സ്ക്രീൻ കാണല്ലേ? ഉണ്ട്. സ്ക്രീൻ കാണില്ലേ? ഉണ്ട്. ഓക്കെ. ഇപ്പോ എന്താണെന്ന് ആകെ രണ്ട് ടോപ്പിക്കേ ഉള്ളൂ. ഒന്ന് ടാക്സോണമി കാറ്റഗറി, പിന്നെ ടാക്സോണമിക് എയ്ഡും. രണ്ടും ചെറിയ ചെറിയ ടോപ്പിക്കാണ്. അതിൽ ടാക്സോണമി കാറ്റഗറി ആണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്. ടാക്സോണമിക് എയ്ഡ് എടുത്തൊഴിവാക്കിയ ഭാഗത്തുള്ളതാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് രണ്ടും പറഞ്ഞു പോവാം. ടാക്സോണമിക് എയ്ഡ്സ് ആകെ ഒരു അഞ്ചാറ് എയ്ഡ്സിനെ വെച്ചിട്ട് എന്താ പറയാ ഡിസ്കസ് ചെയ്യണുള്ളൂ. ടാക്സോണമിക് കാറ്റഗറി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം പറഞ്ഞു പോവാം. ഓക്കെ. അപ്പൊ ടാക്സോണമിക് കാറ്റഗറി, അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞ എന്താണ്, ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് അല്ല, അതിങ്ങനെ കുറെ ഹൈറാർക്കി ഓഫ് സ്റ്റെപ്സ് ആണ്. നമ്മളിങ്ങനെ കുറെ കാറ്റഗറീസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മൾ ഒരു ഓർഗാനിസത്തിനെ തന്നെ ഡിഫറെന്റ് കാറ്റഗറീസിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു ലയണിനെ എടുക്കുകയാണെങ്കിൽ ലയണിനെ നമുക്ക് സ്പീഷീസ് ലെവലിലും പ്ലേസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഏറ്റവും വലിയ ഏറ്റവും ഹയർ കാറ്റഗറി ആയിട്ടുള്ള കിങ്ഡത്തിലും പ്ലേസ് ചെയ്യാൻ പറ്റും. കിങ്ഡം അനിമാലിയയിലാണല്ലോ ലയൺ വരുന്നത്. അതേപോലെ സ്പീഷീസ് നോക്കുമ്പോൾ പാന്തറ, ലിയോ എന്ന് പറഞ്ഞ സ്പീഷീസിലാണ് എന്ത് വരുന്നത്, ലയൺ വരുന്നത്. നമ്മൾ പറഞ്ഞു ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതായത് ഇതിനൊക്കെ നമ്മൾ എന്ത് വിളിക്കും, ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ നോക്കിയാൽ കാണാം, കണ്ട, സ്പീഷീസ് ആണ് ഏറ്റവും ചെറിയ കാറ്റഗറി. പിന്നെ ജീനസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, ഓർഡർ ഉണ്ട്, ക്ലാസ് ഉണ്ട്, ഫൈലം ഉണ്ട്, കിങ്ഡം ഉണ്ട്. ഇങ്ങനെ 7 കാറ്റഗറീസ് ഉണ്ട്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതൊക്കെ ഓരോ എന്താണ് കാറ്റഗറീസ് ആണ്. ഇതൊക്കെ എവിടെ ഉള്ളതാണ്, ടാക്സോണമിയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവരെന്ത് വിളിക്കും, ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് വിളിക്കും. ഇവര് നമ്മൾ എന്ത് വിളിക്കും, ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് വിളിക്കും. അപ്പൊ 7 ടാക്സോണമിക് കാറ്റഗറീസ് ഉണ്ട്. ദർ ആർ 7 ടാക്സോണമിക് കാറ്റഗറീസ്. ശരിക്കും 7 കേട്ടോ, ഇതിന്റെ അടിയിൽ കുറെ സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് എന്താ പറയാ, മെയിൻ ആയിട്ടുള്ള കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 7 ഇനി ഈ എല്ലാ കാറ്റഗറിയും ഒരുമിച്ച്, ഓൾ കാറ്റഗറീസ് ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് ടാക്സോണമിക് ഹൈറാർക്കി എന്നാണ്. അതായത് കിങ്ഡം ഒരു കാറ്റഗറിയാണ്, ഫൈലം ഒരു കാറ്റഗറിയാണ്. അങ്ങനെ ഈ 7 കാറ്റഗറിയും, ഓൾ ദിസ് ടാക്സോണമിക് കാറ്റഗറി ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് ടാക്സോണമിക് ഹൈറാർക്കി. അപ്പൊ ഇതിനെയാണ് നമ്മൾ ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുന്നത്. ഈ ഒരു ഓർഡറിൽ ഇതിനെ നമ്മൾ ഏതിനെയാണ് എന്ത് പറയാ, ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഒരു ഒരു ഫ്ലോ ചാർട്ട് പോലെ, ഒരു മേലിൽ നിന്ന് താഴേക്ക് എന്നുള്ള ഒരു രീതിക്കാണ് നമ്മൾ ഹൈറാർക്കി എന്ന് പറയാം. അപ്പോൾ ഓൾ ദിസ് ടാക്സോണമി കാറ്റഗറീസ്, അല്ലെങ്കിൽ എന്താണ്, ടാക്സോണമിക് കാറ്റഗറീസ് എന്താണ്, ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് എന്താണ്, എന്താ നമ്മൾ വിളിക്കുക, ടാക്സോണമിക് ഹൈറാർക്കി എന്ന് വിളിക്കും. ദാ ഈ പിരമിഡ് പോലെ കാണുന്നില്ലേ, ഇത് ഒരു ടാക്സോണമിക് എന്താണ്, ഇത് ടാക്സോണമിക് ഹൈറാർക്കിയാണ്. നമ്മൾ ഈ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഇതിനെങ്ങനെ നമ്മൾ ഓർഡറിൽ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ടാക്സോണമിക് ഹൈറാർക്കി. അതായത് ഈ ടാക്സോണമിക് കാറ്റഗറി ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ടാക്സോണമിക് ഹൈറാർക്കി എന്ന് വിളിക്കും. അതിൽ ഓരോന്നിനെ, ഇപ്പൊ കിങ്ഡം ഒരു കാറ്റഗറിയാണ്, അതിനെ നമ്മൾ എന്താ വിളിക്കുക, ടാക്സോൺ എന്ന് വിളിക്കും. നമ്മൾ പറഞ്ഞ് ഏറ്റവും എന്താ പറയാ, സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഈ ടാക്സോണമിക് ഹൈറാർക്കി അല്ലെങ്കിൽ ടാക്സോണമിക് കാറ്റഗറി ആണ് ഇത്. സ്മോളസ്റ്റ് യൂണിറ്റ് അല്ല, യൂണിറ്റ് ഓഫ് ടാക്സോണമി നമ്മൾ എന്ത് വിളിക്കും, ടാക്സോൺ എന്ന് വിളിക്കും. സ്മോളസ്റ്റ് യൂണിറ്റ് ഏതാണ്, സ്പീഷീസ്. സ്പീഷീസ് ആണ് ഏറ്റവും താഴെ. അതിനും താഴത്തേക്ക് ഒരു സബ് ഡിവിഷനോ ഒരു സബ് കാറ്റഗറിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ ടാക്സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ടാക്സോൺ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ്
ടാക്സോണമി അല്ലെ. ഇവിടെ ഓരോ കാറ്റഗറിയും ഓരോ യൂണിറ്റ് ആണ്. അപ്പോൾ ഓരോ കാറ്റഗറി നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ടാക്സോൺ എന്ന് വിളിക്കാൻ പറ്റും. അതായത് കിങ്ഡം ഒരു ടാക്സോൺ ആണ്, ഫൈലം വേറൊരു ടാക്സോൺ ആണ്, ക്ലാസ് വേറൊരു ടാക്സോൺ ആണ്. അപ്പോൾ ഓരോ ടാക്സോണമി കാറ്റഗറിനെയും നമുക്ക് ടാക്സോൺ എന്ന് എന്താണ് വിളിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇനി ഈ ഒരു ടാക്സോണമിക് സ്റ്റഡി ഇങ്ങനെ നമ്മൾ ഓരോ സംഭവത്തിനും ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടും എന്താണ് ഓരോന്നിനെ മേലെ വെച്ചിട്ടും താഴെ വെച്ചിട്ടും ഇങ്ങനെ സിമിലാരിറ്റി ഫൈൻഡ് ചെയ്തിട്ടും ഡിഫറൻസ് ഫൈൻഡ് ചെയ്തിട്ടും എന്താ ഉണ്ടായി? ഈ ടാക്സോണമിക് സ്റ്റഡി പല ഓർഗാനിസത്തിന്റെയും ടാക്സോണമിക് സ്റ്റഡി എന്ത് ചെയ്ത് കുറച്ച് കോമൺ കാറ്റഗറീസിന് എന്ത് ചെയ്ത് ഉണ്ടാക്കി. എന്താ ഉണ്ടായിന്ന് വെച്ചാല് ഈ ടാക്സോണമിക് സ്റ്റഡീസ് എന്ത് ചെയ്ത് കുറച്ച് കോമൺ ടാക്സോണമിക് കാറ്റഗറീസിനെ ബിൽഡ് ചെയ്ത്. ആ ടാക്സോണമിക് കാറ്റഗറീസ് ആണ് ഈ 7 ഏതൊക്കെയാണ്? ഹലോ, ആ സ്ക്രീന് കാണുന്നുണ്ടോ? ഇല്ല. ഒരു മിനിറ്റ്. എപ്പോഴേലും മിസ്സായി പോവാണെങ്കിൽ പറയണം കേട്ടോ. സ്ക്രീന് മിസ്സായി പോകുന്നതും പറയണത് ക്ലിയർ ഇല്ലെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്യണേ. ഇപ്പൊ സ്ക്രീൻ കാണുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ ഡിഫറെന്റ് ടാക്സോണമി കാറ്റഗറീസിനെ പറ്റിയിട്ടും ഓരോ ഓർഗാനിസത്തിനെ ഇങ്ങനെ ഡിഫറെന്റ് കാറ്റഗറിയിൽ വെക്കാന്ന് പഠിച്ചപ്പോഴും ഇത് കുറെ കാറ്റഗറീസിന് എന്ത് ചെയ്ത് ബിൽഡ് ചെയ്ത്. അങ്ങനെയുള്ള 7 കാറ്റഗറീസ് ആണ് ഇത്. ഏതൊക്കെയാണ്? കിങ്ഡം ഉണ്ട്, ഫൈലം ഉണ്ട്, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അപ്പൊ ഇതിന്റെ ഓർഡർ നിങ്ങൾ മറക്കരുത്. ഇത് ചിലപ്പോൾ അസെൻഡിങ് ആയിട്ടും ഡിസെൻഡിങ് ആയിട്ടും എന്ത് ചെയ്യും ചോദിക്കും. ഈ ഓർഡർ നിങ്ങൾ മറക്കരുത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് പറഞ്ഞുതരാം. കീപ് പോട്ട് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക്. ഓക്കെ, ഞാൻ പഠിച്ചിരുന്നത് ഇതാണ്. കെ ഫൈലം, പി ക്ലീൻ, സി എന്താണ് ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഈ പോട്ട് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക്. ഇത് ചിലപ്പോൾ അസെൻഡിങ് ആയിട്ട് ചോദിക്കും, ഡിസെൻഡിങ് ആയിട്ട് ചോദിക്കും. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ എന്ന് ശ്രദ്ധിക്കുക. പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുണ്ട്. അസെൻഡിങ് ആണെങ്കിൽ എന്താണ് ചെറുതെന്ന് വലുതുക. അപ്പോൾ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. നേരെ മറിച്ച് ഡിസെൻഡിങ് ആണെങ്കിൽ എവിടെ നിന്നാണ് വലുതെന്ന് ചെറുതുക. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളത് ഡിസെൻഡിങ് ഓർഡർ ആണ്, കിങ്ഡം മുതൽ സ്പീഷീസ് വരെയുള്ള. അപ്പൊ ഇങ്ങനെയുള്ള എന്താക്കി മാറ്റി? ഡിഫറെന്റ് 7 ടാക്സോണമി കാറ്റഗറി അല്ലെങ്കിൽ ആക്കി മാറ്റി. ഇനി ഈ ഓരോ കാറ്റഗറിയിലും എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ അറിയണം അല്ലെ. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് എവിടുന്ന് തുടങ്ങാം? സ്പീഷീസ് എന്ന് തുടങ്ങാം. ഫസ്റ്റ് എവിടുന്ന് തുടങ്ങാം? സ്പീഷീസ് എന്ന് തുടങ്ങാം. അപ്പൊ എന്താണ് സ്പീഷീസ് എന്ന് പറഞ്ഞാല്? സ്പീഷീസ് എന്ന് പറഞ്ഞാല് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം വിത്ത് ഫണ്ടമെന്റൽ സിമിലാരിറ്റി ആണ് എന്ത്? സ്പീഷീസ്. ഗ്രൂപ്പ് ഓഫ് individual organism with fundamental similarity. എന്താണ്? ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം വിത്ത് ഫണ്ടമെന്റൽ സിമിലാരിറ്റി ആണ് എന്ത്? സ്പീഷീസ്. ഇനി ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് എന്താണ്? നമ്മളുടെ ലോവസ്റ്റ് ടാക്സ് ആണ്. സ്പീഷീസ് എന്താണ്? ഇവിടെ എഴുതണ്ടേ?
ഏറ്റവും ലോവസ്റ്റ് ടാക്സ് അല്ലെങ്കിൽ ടാക്സോൺ ആണ് എന്ത് സ്പീഷീസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു സ്പീഷീസിനെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു സ്പീഷീസിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മളൊരു ടൈഗറിനെ കണ്ട് ഒരു ലയണിനെ കണ്ട്, രണ്ടും ഡിഫറെന്റ് സ്പീഷീസ് ആണ്. ഒന്ന് പാന്തര ടൈഗ്രിസും ഒന്ന് പാന്തര ലിയോയും. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം ഇത് ടൈഗർ ആണ് അല്ലെങ്കിൽ ഇത് ലയൺ ആണെന്ന് അവരുടെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ദ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം വിത്ത് ഫണ്ടമെന്റൽ സിമിലാരിറ്റി. ഏറ്റവും ചെറിയ ടാക്സിന് എന്ത് സ്പീഷീസ്, അതിന് താഴെ എന്തില്ല, ഒരു ഡിവിഷൻ വരുന്നില്ല, അതിന് താഴേക്ക് ഒരു ഡിവിഷൻ വരുന്നില്ല. നമ്മളിപ്പോ ഒരു ഓർഗാനിസത്തിന് ഈ ഒരു ടാക്സോണമിക് ഹൈറാർക്കിയിൽ വെച്ച്, ഇപ്പൊ നമ്മൾ ലയണിനെ വെച്ച് അനിമേലിയയിൽ വെച്ച് അങ്ങനെ താഴത്തേക്ക് 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 വന്ന് 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 സ്പീഷീസ് എത്തുമ്പോൾ പാന്തറ ലിയോ, പാന്തറ ജീനസ് ആണ്, ലിയോ സ്പീഷീസ് ആണ്. അപ്പൊ അതുവരെയേ ഉള്ളൂ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ കാറ്റഗറൈസേഷൻ. പിന്നെ അതിന്റെ താഴത്തേക്ക് എന്തില്ല, ഒരു കാറ്റഗറൈസേഷൻ ഇല്ല. അപ്പൊ സ്പീഷീസ് ആണ് എന്ത് ലോവസ്റ്റ് ടാക്സോണമിക് കാറ്റഗറി. അതേപോലെ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം വിത്ത് ഫണ്ടമെന്റൽ സിമിലാരിറ്റി. അതായത് ഇപ്പോ സ്പീഷീസിൽ വരുന്ന രണ്ട് ഓർഗാനിസം തമ്മിൽ എന്തായിരിക്കും, ഭയങ്കര ഫണ്ടമെന്റൽ സിമിലാരിറ്റി ആയിരിക്കും. ഇപ്പൊ രണ്ട് ലയൺസിനെ കണ്ടാൽ നമുക്കറിയാം ഇത് രണ്ടും സെയിം സ്പീഷീസ് ആണ്, നമുക്ക് മനസ്സിലാവും. ഒരു ലയണിനെയും ഒരു ടൈഗറിനെയും കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് രണ്ടും എന്താണ്, സെയിം സ്പീഷീസ് അല്ല. അതാണ് ദേ ആർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം വിത്ത് ഫണ്ടമെന്റൽ സിമിലാരിറ്റി നമ്മൾ എന്ത് പറയാ, സ്പീഷീസ് എന്ന് പറയാം. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം, രണ്ടാമത്തെ ഏതാണ്, ജീനസ്. ഇപ്പൊ ഞാന് അസെൻഡിങ് ഓർഡർ ആട്ടോ പോണത്, താഴത്തുനിന്ന് മേലേക്കാ പോണത്. അപ്പൊ ജീനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജീനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്. ഗ്രൂപ്പ് ഓഫ് എന്താണ്, റിലേറ്റഡ് സ്പീഷീസ്. അതായത് റിലേറ്റഡ് സ്പീഷീസിനെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി, ഇപ്പോ ഞാൻ പറഞ്ഞു ലയൺ ഒരു സ്പീഷീസ് ആണ്, ടൈഗർ ഒരു സ്പീഷീസ് ആണ്. പക്ഷെ ഇപ്പൊ ഇവര് തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ ഇവര് തമ്മിൽ കുറച്ച് കോമൺ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവര് നമ്മൾ തൊട്ട് മേലുള്ള ഗ്രൂപ്പിൽ ഇടുമ്പോൾ, ഇപ്പൊ ഒരു ലയൺ ഉണ്ട്, ടൈഗർ ഉണ്ട്, ഒരു സ്പൈഡർ ഉണ്ട്. അപ്പൊ നമുക്കറിയാം എന്താണ്, കുറച്ചും കൂടി സിമിലാരിറ്റി ആര് തമ്മിലാണ്, ലയണും ടൈഗറും തമ്മിലാണ്. ലയണും സ്പൈഡർ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ടൈഗറും സ്പൈഡറും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടി സിമിലാരിറ്റി വരുന്നത് ആര് തമ്മിലാണ്, ലയണും ടൈഗറും തമ്മിലാണ്. അപ്പൊ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിന് നമുക്കറിയാം അത് രണ്ടും ഡിഫറെന്റ് സ്പീഷീസ് ആണ്, പക്ഷെ അവർ തമ്മിൽ എന്തൊക്കെയോ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മൾ അവരെ പിടിച്ചിട്ട് തൊട്ട് മേലത്തെ ഏതാണ്, ജീനസിലിടും. അപ്പൊ നമുക്കറിയാം ലയൺ എന്ന് പറയുമ്പോൾ പാന്തറ ലിയോ, രണ്ടുപേരും സെയിം ജീനസ് ആണ്. ടൈഗർ പറയുമ്പോൾ പാന്തറ ടൈഗ്രിസ്, രണ്ടും എന്താണ്, സെയിം ജീനസ് ആണ്. അപ്പൊ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസിനെ നമ്മൾ എന്ത് വിളിക്കുക, ജീനസ് എന്ന് വിളിക്കുക. ഇവർക്ക് എന്താണ്, കുറച്ചും കൂടി ക്യാരക്ടേഴ്സ് കോമൺ ആയിട്ടുണ്ടാവും. ഇപ്പൊ സ്പീഷീസിലേക്ക് വരുമ്പോൾ രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടാവും. ഇപ്പൊ രണ്ട് സെയിം സ്പീഷീസ് തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടാവും, രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവും അല്ലെ. പക്ഷെ രണ്ട് ഡിഫറെന്റ് സ്പീഷീസിന് ഒരു ജീനസ് ഉണ്ടാവുമല്ലോ, ആ ജീനസിലുള്ള സ്പീഷീസിന് കുറച്ചും കൂടി എന്തുണ്ടാവും, സിമിലാരിറ്റീസ് ഉണ്ടാവും. ഈ ടൈഗർ വെച്ചിട്ട് തന്നെ നിങ്ങൾ ആലോചിക്കാം, ടൈഗറും ലയണും എന്താണ്, ഡിഫറെന്റ് എന്താണ്, സ്പീഷീസ് ആണ് അല്ലെ. അവർ തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ ഒരു ജീനസിലേക്ക് വരുമ്പോൾ രണ്ടുപേരും പാന്തറ എന്നുള്ള ജീനസിലാണ് വരുന്നത്. അപ്പൊ എന്താണ്, അങ്ങനെ നോക്കുമ്പോൾ അപ്പൊ ഈ ജീനസും അടുത്ത ജീനസും ആണ് അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഈ പാന്തറ എന്നുള്ള ജീനസും അതേപോലെ വേറൊരു ജീനസ് ആണ് കമ്പയർ ചെയ്യണത്. അപ്പോൾ ഈ ജീനസിലുള്ള അണ്ടറിലുള്ള സ്പീഷീസ് തമ്മിലായിരിക്കും എന്ത്, സിമിലാരിറ്റീസ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ലയണും ടൈഗറും ഒരു ജീനസ്, അതേപോലെ സ്പൈഡർ വേറെ ഏതൊരു ജീനസ് ഉണ്ട് വിചാരിക്കും. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ലയണും ടൈഗറും തമ്മിലല്ലേ സിമിലാരിറ്റീസ് കൂടുതൽ ഉണ്ടാവുക. അങ്ങനെ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസിനെയാണ് നമ്മൾ വിളിക്കുക, ജീനസ് എന്ന് വിളിക്കുക. അവർക്ക് എന്താണ്, ഹാസ് മോർ ക്യാരക്ടേഴ്സ്, ഇൻ കോമൺ. എപ്പോ, when compared to species of other genus. When compared to species of other
ജീനസ്. വേറൊരു ജീനസിലുള്ള സ്പീഷീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ജീനസിലുള്ള സ്പീഷീസ് തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു ക്യാരക്ടർ, കോമൺ ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. ഈ ലയണിന്റെയും ടൈഗറിന്റെയും എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതാണ് ജീനസ്. ജീനസ് എന്ന് പറഞ്ഞതാണ് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസിനെ നമ്മൾ എന്ത് വിളിക്കുക? ജീനസ് എന്ന് വിളിക്കുക. ഇനി മൂന്നാമത്തെ ഏതാണ്? ഫാമിലി. മൂന്നാമത്തെ ഏതാണ്? ഫാമിലി. ഫാമിലി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജീനസ് ആണ് ഫാമിലി. നമുക്കറിയാം എന്താണ്? ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജീനസിനെ നമ്മൾ എന്ത് വിളിക്കുക? ഫാമിലി എന്ന് പറയാം. പക്ഷെ ജീനസിലും സ്പീഷീസിലും തമ്മിലുള്ള കോമൺ ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ, സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കോമൺ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ജീനസ്ക്ക് വരുമ്പോൾ കോമൺ ക്യാരക്ടേഴ്സ് കുറച്ചും കൂടി ഉണ്ടാവും. പക്ഷെ ഫാമിലിയിലേക്ക് വരുമ്പോൾ എന്താണ്? കുറച്ച് കോമൺ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ ജീനസിലും സ്പീഷീസിലും കണ്ട അത്ര കോമൺ ക്യാരക്ടേഴ്സ് എവിടെ ഉണ്ടാവില്ല? ഫാമിലിയിൽ ഉണ്ടാവില്ല. അപ്പൊ എന്താണ്? ലെസ് നമ്പർ ഓഫ് സിമിലാരിറ്റീസ്. എന്തായിരിക്കും? സിമിലാരിറ്റീസ് കുറവായിരിക്കും. ലെസ് നമ്പർ ഓഫ് സിമിലാരിറ്റീസ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിവിടെ ഒരു ടൈഗർ ഉണ്ട്, ഇവിടെ ഒരു ക്യാറ്റ് ഉണ്ട്, ഇവിടെ ഒരു ലയൺ ഉണ്ട്. ഇനി ഇവര് ടൈഗറിനെ നമ്മൾ എന്ത് വിളിക്കും? പാന്തറ ടൈഗ്രിസ് എന്ന് വിളിക്കും. ലയണിനെ എന്ത് വിളിക്കും? പാന്തറ ലിയോ എന്ന് വിളിക്കും. ഇതിനെ ഫെലിസ് ഡൊമസ്റ്റിക്ക എന്ന് തോന്നുന്നു. അപ്പോ നമ്മൾ പറഞ്ഞ് മൂന്ന് സ്പീഷീസ് ആണല്ലേ? കാറ്റ് ഒരു സ്പീഷീസ് ആണ്, ലയൺ ഒരു സ്പീഷീസ് ആണ്, ടൈഗർ ഒരു സ്പീഷീസ് ആണ്. പക്ഷെ ഇവര് തമ്മില് എന്താണ് കോമൺ ആയിട്ടുള്ളത്? പറയും. എന്താണ് കോമൺ ആയിട്ടുള്ളത്? അവര് ജീനസ് സെയിം അല്ലേ? രണ്ടും പാന്തറ അല്ലേ? ഒന്ന് പാന്തറ ടൈഗ്രിസും ഒന്ന് പാന്തറ ലിയോയും. സ്പീഷീസ് ലെവലിൽ അവർ തമ്മിൽ കുറേ എന്താ പറയാ ഡിസിമിലാരിറ്റീസ്, ഡിഫറൻസസ് ഉണ്ടെങ്കിൽ പോലും ജീനസ് ലെവലിക്ക് വരുമ്പോൾ അവര് സെയിം, രണ്ടും സെയിം ജീനസ് അല്ലേ? പക്ഷെ കാറ്റിന്റെ ജീനസ് ഏതാണ്? ഫെലിസ് എന്നുള്ള ജീനസിലാണ് കാറ്റ് വരുന്നത് അല്ലെ? അപ്പൊ ടൈഗർ, ലയൺ, കാറ്റ്. ഇനി ഇവിടെ വേറൊരു ഇൻസെക്ട് ഉണ്ട് വിചാരിക്കുക. ഇവിടെ വേറൊരു ഇൻസെക്ട് ഉണ്ട്. ഇപ്പോ സേ ഏതാണ്? മസ്ക ഡൊമസ്റ്റിക്ക. മസ്ക ഡൊമസ്റ്റിക്ക ഏതാണ്? എനിക്ക് തോന്നുന്നു ഹൗസ് ഫ്ലൈ ആ തോന്നണം. മസ്ക ഡൊമസ്റ്റിക്ക ഹൗസ് ഫ്ലൈ ആ തോന്നണം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഇൻസെക്ട് ഉണ്ട്. അപ്പൊ പറയും, ടൈഗറും ലയണും കാറ്റും ആണോ, അതോ ടൈഗറും ലയണും ഇൻസെക്ട് ആണോ കുറച്ചും കൂടി സിമിലാരിറ്റീസ് ഉള്ളത്, അല്ലെങ്കിൽ കോമൺ ക്യാരക്ടേഴ്സ് ഉള്ളത്? ടൈഗറും ലയണും കാറ്റും അല്ലെ? ഇപ്പൊ നോക്കുമ്പോ നമുക്ക് പറയാൻ പറ്റും വേണമെങ്കിൽ എന്താണ്, ഇവര് എല്ലാത്തിനും 4 കാലുണ്ട്. അതുപോലെ അവര് എന്താ പറയാ കാണാനും, അതായത് ഭയങ്കര ഒരേപോലെ എന്നല്ല, പക്ഷെ ഒരു ഇൻസെക്റ്റിനെ വെച്ച് നോക്കുമ്പോ കാറ്റും ടൈഗറും ഒക്കെ കാണാൻ എവിടേക്കോ ഒക്കെ ഒരു സിമിലാരിറ്റി ഉണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ടെയിലുണ്ട്, കാര്യങ്ങളുണ്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ എന്താണ് ഇവര് പ്ലേസ് ചെയ്തിട്ടുള്ളത്? എവിടെയാണ്? സെയിം ഫാമിലിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതായത് കാറ്റിന്റെ ഫാമിലിയിൽ നിന്നാണ് ആര് വരുന്നത്? ടൈഗർ വരുന്നത്. ഫെലിഡേ എന്നാണ് എന്ത്? അവരുടെ ഫാമിലിയുടെ പേര്. അപ്പോൾ കുറച്ചും കൂടി റിലേറ്റഡ് ആയിട്ടുള്ള ജീനസിനെ നമ്മൾ എവിടെ വെക്കും? ഒരു ഫാമിലിയിൽ വെക്കും. ഈ പാന്തറ എന്നുള്ള ജീനസും ഫെലിസ് എന്നുള്ള ജീനസും എന്താണ്? കുറച്ചും കൂടി റിലേറ്റഡ് ആണ്. അപ്പൊ അവര് നമ്മളെ സെയിം ഫാമിലിയിൽ കൊണ്ടുവച്ച്, ആ ഫാമിലിയാണ് ഏത്? ഫെലിഡേ എന്ന് പറഞ്ഞ ഫാമിലി. അപ്പൊ കാറ്റും ടൈഗറും അല്ലെങ്കിൽ കാറ്റും ലയണും ഒക്കെ വരുന്നത് എവിടെയാണ്? സെയിം ഫാമിലിയിലാണ് വരുന്നത്. അവർക്ക് എന്താണ്? സിമിലാരിറ്റീസ് കുറവായിരിക്കും. അതായത് ടൈഗറും ലയണും തമ്മിലുള്ള അത്ര സിമിലാരിറ്റി ആര് തമ്മിൽ ഉണ്ടാവില്ല? ടൈഗറും കാറ്റും തമ്മിൽ ഉണ്ടാവില്ല. പക്ഷെ എന്താണ്, എന്നിരുന്നാൽ പോലും ഒരു കുറച്ച് ഫീച്ചേഴ്സ്, അതായത് വേറൊരു ഫാമിലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ ഫീച്ചേഴ്സ് എന്തായിരിക്കും? കുറച്ചും കൂടി റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ അവരെന്ത് ചെയ്ത് ഒരു ഫാമിലിയിൽ കൊടുന്നിട്ട്. ഇതുവരെ ഓക്കെ ആണോ? അപ്പൊ ഫാമിലി കഴിഞ്ഞ്, അടുത്തത് ഫാമിലി കഴിഞ്ഞ പിന്നെ ഏതാ ഉള്ളത്? നാലാമത്തതാണ്
ഓർഡർ. അപ്പൊ നിങ്ങൾ പറയും ഓർഡറിൽ നമ്മൾ എന്ത് പേടിച്ചിട്ട് നിൽക്കുക? ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓഫ് റിലേറ്റഡ് തൊട്ട് താഴെ കാറ്റഗറി ഏതാണ്? ഫാമിലി. ഹലോ, കേൾക്കുണ്ടോ? ഉണ്ട്. സ്ക്രീൻ കാണാല്ലേ? ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഓർഡർ കുറച്ചും കൂടി ഒരു ഹയർ കാറ്റഗറിയാണ്. അപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് പോണതിനനുസരിച്ച് എന്ത് ചെയ്യും? സിമിലർ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യും? കുറഞ്ഞു 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 വരും. അല്ലെ? സിമിലാരിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. എന്നാലും ഇവര് തമ്മിൽ കണക്ട് ചെയ്യണ ചെറിയ, അതായത് ഇപ്പൊ രണ്ട് ഫാമിലീസ് തമ്മിൽ കണക്ട് ചെയ്യണ എന്തെങ്കിലും ഒരു കോമൺ ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പിടിച്ച് എന്ത് ചെയ്യും? സെയിം ഓർഡറിൽ ഇടും. അതിനൊരു എക്സാമ്പിൾ ആണ് എന്ത്? കാറ്റിന്റെ ഫാമിലിന്റെ പേരാണ് എന്ത്? ഫെലീഡ്. ഓക്കെ. ഡോഗിന്റെ ഫാമിലിന്റെ പേരാണ് എന്ത്? കാനിഡ്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പൊ ഒരു ഡോഗിന്റെ ഫാമിലി ഉണ്ട്, ഒരു കാറ്റിന്റെ ഫാമിലി ഉണ്ട്. ഡോഗും കാറ്റും നമുക്കറിയാം, ഡോഗ് ഡോഗാണ്, കാറ്റ് കാറ്റാണെന്ന് അറിയാം. പക്ഷെ ഇവരെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് വേറൊരു ഫാമിലിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണം. അതായത് ഇപ്പൊ ഒരു ഇൻസെക്റ്റിന്റെ ഫാമിലിനെ വെച്ചിട്ട് നമ്മൾ ഡോഗിന്റെയും കാറ്റിന്റെയും ഫാമിലിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുമാ ഇൻസെക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഡോഗും കാറ്റും ആണ് ഒന്നും കൂടി സിമിലർ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഇവരെ പിടിച്ച് സെയിം ഓർഡറിലിട്ട്, ഈ രണ്ട് ഫാമിലിനെ പിടിച്ച് സെയിം ഓർഡറിലിട്ട്, ആ ഓർഡറിന്റെ പേരാണ് എന്ത്? ആ ഓർഡറിന്റെ പേരാണ് എന്ത്? കാർണിവോർ. ഇവർ നമ്മൾ എന്ത് ചെയ്ത് കാർണിവോറ ഒരു എവിടെ ഇട്ട്? ഒരു ഓർഡറിൽ പിടിച്ചിട്ട്. അതായത് വേറൊരു ഓർഡറിനെ കമ്പയർ, അല്ലെങ്കിൽ വേറൊരു ഫാമിലിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ കാറ്റിന്റെ ഫാമിലിയും ഡോഗിന്റെ ഫാമിലിയും വേറൊരു ഫാമിലിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടി എന്താണ്, കുറച്ചും കൂടി സിമിലാരിറ്റി ഈ രണ്ട് ഓർഡേഴ്സ് തമ്മിലാണെന്ന്, ഫാമിലീസ് തമ്മിലാണെന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ ആ രണ്ട് ഫാമിലിനെ പിടിച്ചിട്ട് ഓർഡറിന്റെ അടിയിലിടും. ഓക്കെ. വേറെ ഒരുപാട് എക്സാമ്പിൾ നിങ്ങളെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് പ്ലാന്റിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഓക്കെ, കൺവുൾവുലേസിയ പറഞ്ഞ, അതേപോലെ സൊളനേസിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ഫാമിലീസ് ഉണ്ട്. അതിന് രണ്ടിനും പോളിമോണിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡറിന്റെ അടിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മേ ബി വേറെ ഒരു ഫാമിലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഈ രണ്ട് ഫാമിലീസ് ആണ് എന്ത്, ഒന്നും കൂടി സിമിലർ ആണെന്നുള്ളത്. അപ്പൊ അവരെന്ത് ചെയ്യും? അതിനെ പിടിച്ച് ഒരു ഓർഡറിന്റെ അടിയിലിടും. അപ്പൊ ഓർഡർ പറഞ്ഞ എന്താണ്? ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫാമിലീസ്. കുറച്ചും കൂടി ഹയർ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? സിമിലാരിറ്റീസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷെ എന്തെങ്കിലും രണ്ട് സിമിലാരിറ്റി ഒരു ഫാമിലി തമ്മിൽ നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അവരെന്ത് ചെയ്യും? ഒരു ഓർഡറിന്റെ അടിയിൽ വെക്കും. ഓർഡർ കഴിഞ്ഞ് പിന്നെ അഞ്ചാമത്തത് ഏതാ? ക്ലാസ്. ക്ലാസ് ആണ് അടുത്തത്. ഓക്കെ. അപ്പൊ പറയും ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് എന്തായിരിക്കും? ഓർഡേഴ്സ് ആയിരിക്കും. റിലേഷൻ ഏത് ഓർഡേഴ്സ് തമ്മിലാണ് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ളത്, അതിനെ നമ്മൾ പിടിച്ചിട്ട് എവിടെ ഇടും? നമ്മൾ എവിടെ ഇടും? സെയിം ക്ലാസിന്റെ അടിയിലിടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എന്താന്ന് വെച്ചാല് ഒരു ഓർഡർ ഉണ്ട്. ഏതാണ്? പ്രൈമറ്റ്. പ്രൈമറ്റ പറഞ്ഞിട്ട് ഒരു ഓർഡർ ഉണ്ട്. ഇതിലുള്ളത് ആരൊക്കെയെന്ന് വെച്ചാൽ എന്താണ്? മങ്കിയും ഗൊറില്ലയും ഒക്കെയാണ് ഇതിലുള്ളത്. ആരൊക്കെയാണ്? മങ്കി, ഗൊറില്ല ഒക്കെ ഉള്ള ഒരു ഓർഡറാണ്. അതേപോലെ നമ്മൾ പഠിച്ച വേറൊരു എന്താണ് ഓർഡർ ആണ് ഏത്? കാർണിവോറ. കാർണിവോറയിൽ ആരൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞ്? ടൈഗർ ഉണ്ട്, ക്യാറ്റ് ഉണ്ട്, ലയൺ ഉണ്ട്. ഓക്കെ, അപ്പോ ഇവര് തമ്മില് ഈ രണ്ട് ഓർഡേഴ്സ് തമ്മിൽ ഏതാണ്? പ്രിമേറ്റയും കാർണിവോറയും തമ്മിലുള്ള ഏതൊക്കെയോ കുറച്ച് സിമിലാരിറ്റി കാരണം ഇവർ നമ്മൾ സെയിം ക്ലാസ്സിൽ വെക്കും. ആ ക്ലാസ്സിന്റെ പേരെന്താണ്? ഓർഡർ അല്ലെങ്കിൽ ക്ലാസ്? ക്ലാസ് മമേലിയ. ക്ലാസ് മമേലിയയിൽ നമ്മൾ എന്ത് വെക്കും? ഇവരെ വെക്കും. അതായത് നമുക്ക് തോന്നും പ്രൈമേറ്റയും കാർണിവോറും. പ്രൈമേറ്റിൽ ഉള്ളത് ആരൊക്കെയാണ്? മങ്കി, ഗൊറില്ല ഒക്കെയാണ് ഉള്ളത്. ഇവിടെ ആരൊക്കെ ഉള്ളത്? ടൈഗറും ക്യാറ്റും ലയണും ഒക്കെ ഉള്ളത്. പക്ഷെ വേറൊരു ഓർഡറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഈ ഓർഡേഴ്സ് തമ്മിലാണ് എന്ത് കുറച്ച് സിമിലാരിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ഇവരാണ് കുറച്ചും കൂടി കോമൺ ക്യാരക്ടേഴ്സ്. ഏതെങ്കിലും കുറച്ച് കോമൺ ക്യാരക്ടേഴ്സ് ഇരിക്കും അത് ഷെയർ ചെയ്യണത്. അപ്പം ഇവര് നമ്മൾ എന്ത് ചെയ്യും? സെയിം ക്ലാസിന്റെ അടിയിൽ കൊണ്ടിടും. ആ ക്ലാസിന്റെ പേരെന്താണ്? മമേലിയ എന്നുള്ള ക്ലാസ് ആണ്. അപ്പൊ അതാണ് എന്ത് ക്ലാസ്? ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓർഡേഴ്സ്. ഇങ്ങനെ മേലേക്ക് പോണതിനനുസരിച്ച് എന്ത് ചെയ്യും? ഒരു കോമൺ ക്യാരക്ടേഴ്സും സിമിലാരിറ്റീസും ഒക്കെ കുറഞ്ഞു വരും. പക്ഷെ ഉള്ളതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ആര് തമ്മിലാണോ ഉള്ളത്, ആര് തമ്മിലാണ് നമുക്ക് കുറച്ച് ഒരു ബേസിക് സിമിലാരിറ്റി തോന്നുന്നത്, അവര് നമ്മൾ ഹയർ കാറ്റഗറീസിന്റെ അണ്ടറിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആറാമത്തത് ആരാണ്? ഫൈലം ഓർ ഡിവിഷൻ. ഡിവിഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിന്റെ കേസിലാണ് നമ്മൾ പറയുക. ആനിമൽസിന്റെ കേസിലാകുമ്പോൾ നമുക്കറിയാം ഫൈലം. പറയും നമ്മൾ ഏത് ഫൈലത്തിന്റെ അടിയിലുള്ളത്? കോർഡേറ്റ. വെരി ഗുഡ്. ഇവിടെ എന്താണ് ഫൈലം എന്ന് പറഞ്ഞാൽ? എന്താണ്? ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് എന്താണ്? ക്ലാസ് ആണ്, അല്ലെ? അപ്പൊ നമുക്കറിയാം നമ്മളുള്ളത് ഏത് ഫൈലത്തിലാണ്? ഫൈലം കോർഡേറ്റ എന്നുള്ള ഫൈലത്തിലാണ് നമ്മളുള്ളത്, അല്ലെ? നമ്മൾ കോർഡേറ്റയിലാണ് ഉള്ളത്, അല്ലെ? ഈ കോർഡേറ്റയിൽ എന്തൊക്കെ വരും? ഏതൊക്കെ സംഭവങ്ങൾ ഈ കോർഡേറ്റയിൽ വരും? അതായത് ഒരു കോമൺ ഫീച്ചേഴ്സ് നോക്കും. എന്തെങ്കിലും ഒരു കോമൺ ഫീച്ചേഴ്സ് ബാക്കിയുള്ള ഓർഗാനിസം തമ്മിലുള്ളത് നോക്കും. അങ്ങനെ സിമിലർ ആയിട്ട് വരുന്നതിനൊക്കെ പിടിച്ച് നമ്മൾ എന്തിടും? ഈ ഫൈലം കോർഡേറ്റ് ഇട്ടു. അങ്ങനെ നോക്കുമ്പോൾ നമ്മള് ഫൈലം കോർഡിനേറ്റ് നോക്കുമ്പോഴുള്ള കോമൺ ഫീച്ചർ ഏതാന്ന് വെച്ചാൽ നോട്ടോ കോഡിന്റെ പ്രസൻസും പിന്നെന്താണ് നമ്മളെ ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫൈലം കോർഡിനേറ്റിൽ ഇടും. ഫൈലം കോർഡിനേറ്റിൽ ആരൊക്കെയുണ്ട്? ഫിഷസ് ഉണ്ട്, ആംഫിബിയൻസ് ഉണ്ട്, റെപ്റ്റൈൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്. ഇവരൊക്കെ എവിടെ വരുന്നത്? ഫൈലം കോർഡിനേറ്റിലല്ലേ വരുന്നത്. ഇതിൽ ആരൊക്കെ വരുന്നുണ്ട്? ഫിഷസ് ഉണ്ട്, ആംഫിബിയൻസ് ഉണ്ട്, റെപ്റ്റൈൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, മാമൽസ് ഉണ്ട്, അല്ലെ? ഇവരൊക്കെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്? ഫൈലം കോർഡിനേറ്റ്. ഇവരൊക്കെ ഡിഫറെന്റ് ക്ലാസ്സിലുള്ളവരായിരിക്കും, അല്ലെ? ഡിഫറെന്റ് റിലേറ്റഡ് ക്ലാസ്സിലുള്ളവരായിരിക്കും. ഇവരൊക്കെ നമ്മൾ എവിടെ ഇടും? ഫൈലം കോർഡിനേറ്റിൽ ഇടും. ഇനി പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ എന്താണ്? നമ്മൾ അതിനെ ഡിവിഷൻ എന്ന് വിളിക്കും. അപ്പൊ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് കുറച്ച് ക്ലാസ്സിനെ നമ്മൾ എന്ത് വിളിക്കാം? ഫൈലം എന്ന് വിളിക്കാം. അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ കേസാണെങ്കിൽ എന്താണ്? ഡിവിഷൻ. ഇവിടെ എഴുതുക ഡിവിഷൻ എന്ന് പറഞ്ഞാല്. ഡിവിഷൻ എന്ന് പറഞ്ഞാല് ആരാണ്? പ്ലാന്റ്സിന്റെ കേസിലാണ് നമ്മൾ ഡിവിഷൻ എന്ന് പറയാ. അനിമൽസിന്റെ കേസിലാകുമ്പോൾ നമ്മൾ ഫൈലം എന്നാണ് പറയാ. അടുത്തതാണ്
ഏറ്റവും ഹൈയസ്റ്റ് കാറ്റഗറി ഏതാണ്? കിങ്ഡം. കിങ്ഡം ആണ് എന്ത്? ഹൈയസ്റ്റ് കാറ്റഗറി. നമ്മളെ ടാക്സോണമി കാറ്റഗറിയിൽ ഏറ്റവും ഹൈയസ്റ്റ് കാറ്റഗറി ഏതാണ്? കിങ്ഡം. ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി ഏതാണ്? സ്പീഷീസ്. സ്പീഷീസ്. വെരി ഗുഡ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി ഏതാ ചോദിക്കും, ഹയസ്റ്റ് കാറ്റഗറി ഏതാന്ന് ചോദിക്കും. ഹയസ്റ്റ് ഏതാണ്? ഹയസ്റ്റ് ആണ് കിങ്ഡം. ഇവിടെ എന്താ ഉണ്ടാവണം? റിലേറ്റഡ് ആയിട്ടുള്ള വേരിയസ് ഫൈലത്തിനെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരും. റിലേറ്റഡ് ഫൈലാസിനെ നമുക്ക് ഇവിടെ കാണാം, അല്ലെങ്കിൽ ഫൈലത്തിനെ ഇവിടെ കാണാം, നമുക്ക് കിങ്ഡത്തിൽ കാണാം. നമ്മൾ ഏത് കിങ്ഡത്തിലാ വരുന്നത്? കിങ്ഡം അനിമേലിയ അല്ലേ? ഇപ്പൊ കിങ്ഡം അനിമേലിയ ഉണ്ട്, അതേപോലെ കിങ്ഡം പ്ലാന്റേ ഉണ്ട്, പിന്നെ ഏതൊക്കെയുണ്ട്? മൊണേറ ഉണ്ട്, പ്രൊട്ടിസ്റ്റ് ഉണ്ട് അല്ലെ? ഇതൊക്കെ ഡിഫറെന്റ് കിങ്ഡംസ് ആണ് അല്ലെ? അപ്പൊ നമ്മളെ കിങ്ഡം അനിമേലിയയിൽ വരുന്നതാണ്. ആരൊക്കെ വരുന്നുണ്ട് ഇതില്? ഇപ്പൊ ഫിഷസ് വരുന്നുണ്ട്, ആംഫിബിയൻസ് വരുന്നുണ്ട്, റെപ്റ്റൈൽസ് വരുന്നുണ്ട്, അതേപോലെ ഒരുപാട് ഓർഗാനിസംസ് വരുന്നുണ്ട്. ഇപ്പൊ ഡോഗ്, കാറ്റ് ഒക്കെ എന്താണ്? കിങ്ഡം അനിമേലിയയിൽ വരികയാണ്. അപ്പൊ അങ്ങനെ നമ്മളൊക്കെ കണക്ട് ചെയ്യണ ഒരു കുറച്ച് എന്തുണ്ടാവും? ബേസിക് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ബേസിക് അല്ല, എന്താണ്, അത്രയും കോമൺ ആണെന്ന് പറയാൻ പറ്റില്ല, അത്രയും അൺകോമൺ ആയിട്ട് ഇത്രയും ആൾക്കാർ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കുറച്ച് ക്യാരക്ടർ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കിങ്ഡത്തിൽ കിടുക. കാരണം ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറിയാണ്. അപ്പോൾ നമ്മള് ഇവിടുന്ന് തുടങ്ങാണ്. ഇപ്പൊ ഹ്യൂമൻസിനെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്, അതേപോലെ ലയൺ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. രണ്ടും രണ്ട് സ്പീഷീസ് ആണ് അല്ലെ? ഇപ്പൊ ഹ്യൂമൺ രണ്ടും കിങ്ഡം അനിമേലിയയിൽ വരും അല്ലെ? ഹ്യൂമൺ ആയാലും വരും, അതേപോലെ ലയൺ ആയാലും വരും. രണ്ടും ഫൈലം ഏതിലാ വരിക? കോർഡേറ്റിലാ വരിക അല്ലെ? ക്ലാസ് എടുക്കുമ്പോൾ എന്താണ്? രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. ഒന്ന് കാർണിവോറയിലായിരിക്കും വരിക, മറ്റേത് പ്രൈമേറ്റിലായിരിക്കും വരിക. പിന്നെ ഫാമിലി എടുക്കുമ്പോൾ പിന്നെയും ഡിഫറെന്റ് ആയിരിക്കും, ഓർഡർ എടുക്കുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും, അങ്ങനെ ലാസ്റ്റ് ജീനസ് എടുക്കുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ജീനസ് എന്താണ്? നമ്മൾ ഹോമോ സാപ്പിയൻസ് ആണ്, ഹോമോ ആണ് നമ്മളുടെ ജീനസ്. ഇപ്പൊ ടൈഗറിനെ എടുക്കുമ്പോൾ എന്താണ്? അവരുടെ ജീനസ് എന്താണ്? പാന്തറ. അപ്പോൾ പിന്നെ അതേപോലെ സ്പീഷീസ് നോക്കണം, നമ്മൾ സാപ്പിയൻസ് ആണ്, അവരെന്താണ്? ടൈഗ്രിസ് ആണ് അല്ലെ? ഇനി നമ്മൾ ലയണിനെയും ടൈഗറിനെ എടുക്കുകയാണ്, കിങ്ഡം സെയിം ആണ്, ഫൈലം സെയിം ആണ്, ക്ലാസ് സെയിം ആണ്, ഓർഡർ സെയിം ആണ്, പിന്നെന്താണ്? ഫാമിലി സെയിം ആണ്, പക്ഷെ ജീനസ് വരെ സെയിം ആണ്. അവരെവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? സ്പീഷീസിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അങ്ങനെ ഓരോ ഓർഗാനിസം തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പൊ രണ്ട് ടൈഗേഴ്സ് തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ടാവും, കാരണം അവർ രണ്ടുപേരും സെയിം സ്പീഷീസ് ആണ്. അതല്ല, രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് ആണെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസ് എന്തായിരിക്കും? ഉണ്ടായിരിക്കും. ഓക്കെ, ഒരിക്കലും ഡിഫറെന്റ് സ്പീഷീസ് തമ്മിലും ഒരേപോലെ എന്ത് ചെയ്യൂല? സിമിലാരിറ്റീസ് വരില്ല. അതാണ് ഏറ്റവും ബേസിക് ക്ലാസിഫിക്കേഷൻ. അവിടെ നമുക്ക് എന്തേലും എന്താണ്? രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്തേലും ഡിഫറൻസസ് എന്ത് ചെയ്യും? കാണാൻ പറ്റും. അപ്പൊ ഇതുവരെ ഓക്കെ ആണോ? നമ്മൾ ടാക്സോണമി കാറ്റഗറിനെ പറ്റി പറഞ്ഞ് ഏതൊക്കെയാണ്? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം. Taxonomic studies consider a group of individual organisms with fundamental similarities as species. Fundamental similarities ഉള്ള individual organismത്തിനെ നമ്മൾ എന്ത് വിളിക്കുക? സ്പീഷീസ് എന്ന് വിളിക്കുക. One should be able to distinguish one species from other closely related species based on the distinct morphological differences. അല്ലെ? ഒരു സ്പീഷീസിനെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു സ്പീഷീസിന് നമുക്ക് മോർഫോളജിക്കൽ ഡിഫറൻസസ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റണം? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. Let us consider Mangifera indica, സൊളാനം ട്യൂബറോസം ആൻഡ് പാന്തറ ലിയോ. മാഞ്ചിഫെറ ഇൻഡിക്ക നമുക്കറിയാം മാംഗോ ആണ്, സൊളാനം ട്യൂബറോസം പൊട്ടാറ്റോ ആണ്, ആൻഡ് പാന്തറ ലിയോ ഇസ് ലയൺ. ഓൾ ത്രീ നെയിംസ് ഇൻഡിക്ക, ട്യൂബറോസം, ലിയോ റെപ്രസെന്റ് എന്താണ്? സ്പെസിഫിക് എപ്പിത്തറ്റ് അല്ലെങ്കിൽ സ്പീഷീസ് നെയിം ആണ്. വൈൽ ദ ഫസ്റ്റ് വേർഡ് മാഞ്ചിഫെറ, സൊളാനം, പാന്തറ എന്താണ്? ജീനസ് നെയിം അല്ലെങ്കിൽ ജനേറിയാണ്. ആൻഡ് റെപ്രസെന്റ് അനദർ ഹയർ ലെവൽ ഓഫ് ടാക്സോൺ ഓർ കാറ്റഗറി. ജീനസ് എന്താണ്? സ്പീഷീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഹയർ ലെവൽ ഓഫ് ടാക്സോൺ അല്ലെങ്കിൽ ഒന്നും കൂടി ഹയർ കാറ്റഗറിയാണ്. ഈച്ച് ജീനസ് മേ ഹാവ് വൺ ഓർ മോർ ദാൻ വൺ സ്പെസിഫിക് എപ്പിത്തറ്റ്. ഒരു ജീനസിന് തന്നെ ഒന്നിൽ കൂടുതൽ സ്പീഷീസ് നെയിം ഉണ്ട്. അപ്പൊ നമുക്കറിയാം പാന്തറ ലിയോ, പാന്തറ പാർഡസ്, പാന്തറ ടൈഗ്രിസ് മൂന്നും സെയിം ജീനസ് ആണ്, പക്ഷെ എന്താണ്?
സ്പീഷീസ് നെയിം ഡിഫറെന്റ് ആണ്. അതേപോലെ സൊളാനം ട്യൂബറോസം, സൊളാനം നൈഗ്രം, സൊളാനം മെലോഞ്ചിന മൂന്നിന്റെയും ജീനസ് നെയിം സെയിം ആണ്. സൊളാനം ട്യൂബറോസം പറഞ്ഞ പൊട്ടാറ്റോ, സൊളാനം നൈഗ്രം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ് പറഞ്ഞിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്, സൊളാനം മെലോഞ്ചിന എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രിഞ്ചോൾ ആണ്. എല്ലാത്തിന്റെയും ജീനസ് നെയിം സെയിം ആണെങ്കിലും ഒരു ജീനസിന്റെ അടിയിൽ തന്നെ പല സ്പീഷീസും വരാം, representing different organisms but having morphological similarities. സെയിം ജീനസ് നെയിം ആണെങ്കിൽ പോലും ഈ സ്പീഷീസ് തമ്മിൽ എന്തായിരിക്കും മോർഫോളജിക്കലി സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും. For example, Panthera has another specific epithet called tigris, and Solanum includes species like Nigrum and Melangina. നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബീങ്സ് ബിലോങ് ടു ദ സ്പീഷീസ് സാപ്പിയൻസ്. നമ്മൾ ഹോമോ സാപ്പിയൻസ് ആണ്. അപ്പൊ നമ്മുടെ സ്പീഷീസ് നെയിം എന്താണ്? സാപ്പിയൻസ് ആണ്, which is grouped in the genus Homo. The scientific name thus for human beings എന്താണ്? Homo sapiens അല്ലെ? Homo sapiens ആണ് എന്ത് നമ്മളെ സയന്റിഫിക് നെയിം. അപ്പൊ അത്രയാണ് സ്പീഷീസിൽ പറഞ്ഞത്. ജീനസിൽ എന്താ പറയുന്നത്? ജീനസ് കംപ്രൈസസ് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്. റിലേറ്റഡ് സ്പീഷീസിന്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പറയാ? ജീനസ് എന്ന് പറയാം. അതൊന്നും കൂടി ഹയർ കാറ്റഗറി ആണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് ടാക്സ് ആണ്, ഒന്നുകൂടി ഹയർ ടാക്സ് ആണ് എന്ത്? ജീനസ്. വിച്ച് ഹാസ് മോർ ക്യാരക്ടേഴ്സ് ഇൻ കോമൺ ഇൻ കമ്പാരിസൺ ടു സ്പീഷീസ്. സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഓരോന്നും തമ്മിൽ ഭയങ്കര ഡിഫറൻസസ് ആയിരിക്കും അല്ലെ? സെയിം സ്പീഷീസ് തമ്മിലാണ് സിമിലാരിറ്റീസ് ഉള്ളത്, ഡിഫറെന്റ് സ്പീഷീസ് തമ്മിൽ. ഇപ്പൊ ടൈഗർ തമ്മിലാണ് സിമിലാരിറ്റി ഉള്ളത്, ടൈഗർ ലയൺ തമ്മിൽ എന്തുണ്ട്? ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ രണ്ടും ജീനസിൽക്ക് വരുമ്പോൾ സെയിം ജീനസ് ആണ്. ഏതാണ്? പാന്തറ. അപ്പൊ എന്താണ് അവര് തമ്മിലുള്ള കോമൺ ക്യാരക്ടേഴ്സ് എന്താണ്? കുറച്ചും കൂടി എന്തായിരിക്കും? മോർ ആയിരിക്കും അല്ലെ? Other genera. We can say that genera are aggregates of closely related species. Closely related species in a group in നമ്മൾ എന്ത് വിളിക്കാം? Genus എന്ന് വിളിക്കാം. For example, potato and brinjal are two different species, but both belong to same genus. Solanum tuberosum ആണ് പൊട്ടാറ്റോ, മെലാഞ്ചിന ആണ് എന്ത്? ബ്രിഞ്ചോൾ. പിന്നെ ലയൺ, പാന്തറ ലിയോ, പാന്തറ പാഡസ്, പാന്തറ ടൈഗ്രിസ് ഒക്കെ എന്താണ്? ഡിഫറെന്റ് സ്പീഷീസ് ആണ്, പക്ഷെ എന്താണ്? സെയിം ജീനസ് ആണ്, വിത്ത് സെവറൽ കോമൺ ഫീച്ചേഴ്സ്. ഓൾ ആർ സ്പീഷീസ് ഓഫ് ദ ജീനസ് പാന്തറ. ദിസ് ജീനസ് ഡിഫറെന്റ് ഫ്രം അനദർ ജീനസ് ഫെലിസ് വിച്ച് ഇൻക്ലൂഡ് കാറ്റ്സ്. അപ്പൊ പാന്തറ എന്നുള്ള ജീനസ് നോക്കുമ്പോൾ എന്താണ്? ഈ ടൈഗറും ലയണും ലെപ്പേർഡും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് സിമിലാരിറ്റീസ് കാണാൻ പറ്റും. പക്ഷെ ഈ പാന്തർ തന്നെ നമ്മൾ വേറൊരു ജീനസ് വെച്ച് കമ്പയർ ചെയ്യണം. ഏതാണ് ആ ജീനസ്? ഫെലിസ്, അതായത് കാറ്റിന്റെ ജീനസ്. അപ്പൊ എന്താണ്? ഇത് തമ്മിൽ കുറെ ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, ആ ജീനസിലുള്ള ആനിമൽസും ഈ ജീനസിലുള്ള ആനിമൽസും എന്താണ്? ജീനസ് ലെവലിൽ കുറെ ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ മേ ബി അവരൊരു ലെവലിൽ സിമിലാരിറ്റി കാണിച്ചേക്കാം. ആ ലെവലാണ് ഇവരുടെ കേസിൽ എന്ത്? ഫാമിലി വരുമ്പോൾ ഇവർക്ക് കുറച്ചും കൂടി എന്ത് വരും? സിമിലാരിറ്റീസ് വരും. അതുകൊണ്ടാണ് നമ്മൾ അവരെന്ത് ചെയ്യുന്നത്? സെയിം ഫാമിലിയിൽ കൊണ്ടേ പ്ലേസ് ചെയ്യണം. ഇനി ഫാമിലി നമുക്ക് നോക്കാം. ദ നെക്സ്റ്റ് കാറ്റഗറി, ഫാമിലി ഹാസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറ അല്ലെങ്കിൽ ജീനസ് വിത്ത് സ്റ്റിൽ ലെസ് നമ്പർ ഓഫ് സിമിലാരിറ്റീസ്. സിമിലാരിറ്റീസ് കുറയാണ് ആസ് കമ്പയർ ടു ജീനസ് ആൻഡ് സ്പീഷീസ്. അതായത് ജീനസും സ്പീഷീസും തമ്മിലുള്ള സിമിലാരിറ്റി എവിടെ വരില്ല? കുറച്ചും കൂടി ഹയറിലേക്ക് പോകുമ്പോൾ വരില്ല, ഇല്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, അവർ തമ്മിൽ എന്തെങ്കിലും കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? അവരെ സെയിം ഫാമിലിയിലേക്ക് പ്ലേസ് ചെയ്യണത്. ഫാമിലീസ് ആർ ക്യാരക്ടറൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ് സ്പീഷീസ്. ഈ ലൈന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും കാണലുണ്ട്. എന്താണ്? ഫാമിലീസ് ആർ ക്യാരക്ടറൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ് സ്പീഷീസ്. പ്ലാന്റ് സ്പീഷീസിലെ വെജിറ്റേറ്റീവും റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സിന്റെ ബേസിസിലാണ് എന്ത്? ഫാമിലിനെ ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ളത്. ഏതിലാണ്? പ്ലാന്റ് സ്പീഷീസിലെ വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സിന്റെ ബേസിസാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവരെ ഫാമിലി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് പിന്നെ ഫാമിലി എന്ന് പറയുമ്പോൾ അവര് തമ്മിലുള്ള വെജിറ്റേറ്റീവും റീപ്രൊഡക്റ്റീവും ക്യാരക്ടേഴ്സ് നോക്കും, എന്നിട്ടേ ഒരു ഫാമിലിയിലേക്ക് എന്ത് ചെയ്യുള്ളൂ? അവരെ പ്ലേസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇത് ഞാൻ പലപ്പോഴും സ്റ്റേറ്റ്മെന്റിലും ക്വസ്റ്റ്യനിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് നടക്കുന്ന എക്സാംസിലും എന്ത് ചെയ്യും? മേ ബി ചോദിക്കും. അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇനി among plants, for example, three different genera ഏതൊക്കെ? സൊളാനം, പെറ്റൂണിയ, ഡാറ്ററ are placed in the family എന്താണ്? സൊളനേസിയ. അപ്പൊ ഈ സൊളാനും പെറ്റൂണിയ ആൻഡ് ഡാറ്റുറനെ സൊളനേസിയയിൽ വെക്കുമ്പോൾ അവിടെ നോക്കണ ക്യാരക്ടേഴ്സ് എന്തായിരിക്കും? പറയ്, എന്തായിരിക്കും? ഫ്രൂട്ടാണ്.
വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ സൊളാനിയത്തിനെയും പെറ്റൂണിയനെയും ഡാറ്റുറിനെയും ഇവിടെ വെച്ചിട്ടുണ്ടാവുക, സൊളേനിയസിയിൽ വെച്ച്. നമ്മൾ തൊട്ട് മുമ്പത്തെ സെന്റൻസിൽ പറഞ്ഞില്ലേ എന്ത് ക്യാരക്ടേഴ്സ്, എന്ത് ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നോക്കുക, വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് അവരെ ഇന്ന ഫാമിലി ആണ് അല്ലെങ്കിൽ ഇന്ന ഫാമിലി ആണെന്നുള്ള ഇത് ടാഗ് കൊടുക്കുന്നത്. ഓക്കെ. Among animals, for example, genus Panthera comprising lion, tiger, leopard is put along with the genus Felis. ഇതാണ് ആരാളുള്ളത്, ഫെലിസിൽ കാറ്റ്, ഇൻ ദ ഫാമിലി ഫെലിഡെ. ആനിമൽസിന് കേസ് വരുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞേ ടൈഗറിനെയും ലയണിനെയും ഒക്കെ സെയിം ജീനസ് ആണ്, ഫെലിസ് കാറ്റിന്റെ വേറെ ജീനസ് ആണ്. പക്ഷെ ഇവര് തമ്മിലുള്ള എന്തെങ്കിലും കുറച്ച്, ഇപ്പൊ മറ്റൊരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ് ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ കുറച്ച് ക്യാരക്ടേഴ്സ് നോക്കിയിട്ട് അവർ നമ്മൾ എന്ത് ചെയ്യും, സെയിം ഫാമിലിയിലേക്ക് കൊണ്ടുവരും അല്ലെ. Similarly, if you observe the features of a cat and a dog, you will find some similarities and some differences as well. They are separated into two different families. നമ്മളിപ്പോ ഒരു കാറ്റിനെയും ഡോഗിനെയും ഒബ്സർവ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം കാറ്റ് കാറ്റാണ്, ഡോഗ് ഡോഗ് ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് അവരിലുള്ള കുറച്ച് സിമിലാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റും, ഡിഫറൻസസും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഒരു ഫാമിലിന്റെ ലെവലിൽ വരെ നമുക്ക് ഇവര് തമ്മിൽ സിമിലാരിറ്റി ഉണ്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് തോന്നൂല അല്ലെ. അതുകൊണ്ട് തന്നെ കാറ്റിനെ നമ്മൾ ഫെലിഡേ എന്നുള്ള ഫാമിലിയിലും, ഫെലിഡേ എന്നുള്ള ഫാമിലിയിലും, ഡോഗിനെ നമ്മൾ കാനിഡേ എന്നുള്ള ഫാമിലിയിലും പ്ലേസ് ചെയ്ത്. പക്ഷെ മേ ബി ചിലപ്പോൾ കുറച്ചും കൂടി മേലേക്ക്, കുറച്ചും കൂടി ഹയർ ടാക്സിലേക്ക് പോകുമ്പോൾ നമുക്ക് തോന്നാം എന്ത്, ഈ കാറ്റും ഡോഗും തമ്മിൽ സം പോയിന്റില് കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഫാമിലി എന്നുള്ളിടത്ത് അവർക്ക് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കുറച്ചും കൂടി ഹയർ കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ മേ ബി നമുക്ക് അവരെന്ത് ചെയ്യാൻ പറ്റും, സെയിം ഇതിന്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റും. അതെവിടെയാണ്, ഓർഡറിലേക്ക് എത്തുമ്പോഴാണ് ഈ കാറ്റും ഡോഗും തമ്മിലുള്ള, അവരുടെ ഫാമിലീസ് തമ്മിലുള്ള അത് കാരണം, കുറച്ച് കോമൺ ക്യാരക്ടേഴ്സ് കാരണം അവർ നമ്മൾ എന്ത് ചെയ്യും, സെയിം ഓർഡറിന്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യും. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് ഈ ഓർഡറിന്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യാൻ, നമുക്ക് നല്ല നോളജ് വേണം. അതായത് ബാക്കിയുള്ള ഫാമിലിനെ വെച്ച് ഇത് കമ്പയർ ചെയ്യും. ഇപ്പൊ വേറൊരു ഓർഗാനിസം ഉള്ള ഒരു ഫാമിലിനെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യും. അപ്പൊ നമ്മൾ എ ബി സി ഉണ്ട്, എയും ബിയും തമ്മിൽ കുറച്ച് ഫീച്ചേഴ്സ് കോമൺ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ എനെയും ബിനെയും സീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും സീനായിട്ട് ഇത് തീരെ ചേരില്ല, അതിനേക്കാളും നല്ലത് എനെയും ബിനെയും നമ്മൾ ഒരു ഗ്രൂപ്പിൽ ഇടുന്നതാണ് നമുക്ക് തോന്നും. മനസ്സിലായ? അതാണ് വേറൊരു സംഭവത്തിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവര് തമ്മിൽ എന്തുണ്ട്, കുറച്ചും കൂടി കോമൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ രണ്ട് ഫാമിലിനെ എവിടെ കൊണ്ടിടും, സെയിം ഓർഡറിൽ കൊണ്ടിടും. ഓ, ഇത് ക്ലാരിറ്റി ഇല്ല അല്ലെ. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് വായിച്ചു തരാം. എന്താണ്, you have seen earlier that category like ഏതൊക്കെയാ, സ്പീഷീസ്, ജീനസ് ആൻഡ് ഫാമിലീസ് ആർ ബേസ്ഡ് ഓൺ എന്താണ്, നമ്പർ ഓഫ് സിമിലർ ക്യാരക്ടേഴ്സ് അല്ലെ. ജനറലി ഓർഡർ ആൻഡ് അതർ ഹയർ ടാക്സോണമി കാറ്റഗറീസ് ആർ ഐഡന്റിഫൈഡ് ബേസ്ഡ് ഓൺ ദ അഗ്രിഗേറ്റ്സ് ഓഫ് ക്യാരക്ടർ. അപ്പൊ ഇതുവരെ നമ്മൾ സിമിലാരിറ്റീസ് വെച്ചിട്ടാണ് എന്ത് നോക്കുന്നത്. ഇപ്പൊ ജീനസ് ആയാലും റിലേറ്റഡ് സ്പീഷീസ് നമ്മൾ ജീനസ് കൊണ്ടിടും, റിലേറ്റഡ് ജീനസ് നമ്മൾ ഫാമിലി കൊണ്ടിടും, റിലേറ്റഡ് ഫാമിലി നമ്മൾ എവിടെ കൊണ്ടിടും, ഓർഡറിൽ കൊണ്ടിടും അല്ലെ. പക്ഷെ ഓർഡറിലേക്ക് എത്തുമ്പോൾ അവര് തമ്മിലുള്ള ആ ഒരു റിലേറ്റഡ് ക്യാരക്ടേഴ്സ് എന്നുള്ള ആ ഒരു സംഭവം കുറഞ്ഞു കുറഞ്ഞു വരും. ഏതെങ്കിലും കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. താഴെ നിന്നുള്ള അത്ര സ്ട്രോങ് ആയിട്ട് ഇത് ഇന്നതിലാണെന്ന് പറയാനുള്ള ഒരു സംഭവം എന്താണ്, ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. സിമിലാരിറ്റീസും കോമൺ ക്യാരക്ടേഴ്സും എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു വരും. ഓർഡർ ബീങ് എ ഹയർ കാറ്റഗറി ഇസ് ദ അസംബ്ലേജ് ഓഫ് എന്താണ്, ഫാമിലീസ് അല്ലെ, വിച്ച് എക്സിബിറ്റ് ഫ്യൂ സിമിലർ ക്യാരക്ടേഴ്സ്. ഫ്യൂ സിമിലർ ക്യാരക്ടേഴ്സ് കാണിക്കണ കുറച്ച് ഫാമിലീസ് നമ്മൾ എവിടെ കൊണ്ടിടും, സെയിം ഓർഡറിൽ കൊണ്ടിടും അല്ലെ. ഈ എയും ബിയും തമ്മിൽ ഫ്യൂ സിമിലർ ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ എ നമുക്ക് ഒരിക്കലും സീന്റെ കൂടെ ഇടാൻ പറ്റുന്നില്ല, കാരണം അവർ തമ്മിൽ ഇത്ര ഫ്യൂ പോലും ഇല്ല. അല്ലെങ്കിൽ ബി നമുക്ക് സീന്റെ കൂടെ ഇടാൻ പറ്റുന്നില്ല, അവര് തമ്മിലും ഈ ഫ്യൂ ക്യാരക്ടേഴ്സ് പോലും ഇല്ല. അപ്പൊ വളരെ ഫ്യൂ ക്യാരക്ടേഴ്സ് ഉള്ള എനും ബിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ച് കൊണ്ടിടും. ഓക്കെ. The similar characters are less in number. The similar characters are less in number as compared to different genus included in a family. അതായത് ഇപ്പൊ ഒരു ഫാമിലിയിൽ രണ്ട് റിലേറ്റഡ് ജീനസ് ഉണ്ട്, അവര് തമ്മിലുള്ള അത്ര റിലേറ്റഡ് ക്യാരക്ടേഴ്സ് പോലും എവിടെ ഉണ്ടാവില്ല, രണ്ട് ഫാമിലി നമ്മൾ ഓർഡറിൽ കൊണ്ടിട്ട് രണ്ട് ഫാമിലി തമ്മിൽ ഉണ്ടാവില്ല. കാരണം മേലേക്ക് പോണതിനനുസരിച്ച് സിമിലാരിറ്റി കുറയും അല്ലെ. ഇനി എന്താണ്, പ്ലാൻ ഫാമിലീസ് ലൈക്ക് ഏതൊക്കെയാണ്, കൺവുൾവുലേസിയെ, സൊളനേസിയെ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഓർഡർ ഏതാണ്, പോളിമോണിയൽസ് ബേസ്ഡ് ഓൺ ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. ഈ സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. എവിടെ, പ്ലാൻ ഫാമിലീസ് ലൈക്ക് കൺവുൾവുലേസി ആൻഡ് സൊളനേസിയെ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഓർഡർ പോളിമോണിയൽസ് ബേസ്ഡ് ഓൺ എന്താണ്, ഫ്ലോറൽ ക്യാരക്ടേഴ്സ്.
കൺവുൾവുലേസിയെ സൊളനേസിയെ പോലെയുള്ള പ്ലാന്റ് ഫാമിലീസ് നമ്മൾ ഏത് ഓർഡറിന്റെ അടിയിലാണ് കൊണ്ടിട്ട് പോളിമോണിയൽസ് എന്നുള്ള ഓർഡറിന്റെ അടിയിൽ കൊണ്ടിട്ട്. കാരണം എന്താണ്, അവര് തമ്മിൽ ഉള്ള ഒരു റിലേഷൻ പറയുമ്പോൾ എന്താണ്, ഫ്ലോറൽ ക്യാരക്ടർ, മേ ബി അവർ തമ്മിലുള്ള ഫ്ലോറൽ ക്യാരക്ടർ സിമിലർ ആയിരിക്കും. ആ ഒരു ഫീച്ചർ വെച്ചിട്ടായിരിക്കും എന്താണ് ഇവരെ രണ്ടിനെയും സെയിം ഓർഡറിൽ കൊണ്ടിട്ടുണ്ടാവുക. ദ അനിമൽ ലൈക്ക് കാർണിവോറ ഇൻക്ലൂഡ് ഫാമിലി ലൈക്ക് ഫെലിഡെ ആൻഡ് കാനിഡ. നമ്മൾ പറഞ്ഞു ഫാമിലി ലെവലിൽ വരെ നോക്കുമ്പോൾ കാറ്റിന് വേറെ ഫാമിലി, ഡോഗിന് വേറെ ഫാമിലി, ഫെലിഡെ ആൻഡ് കാനിഡെ. പക്ഷെ ഓർഡർ കുറച്ചും കൂടി ഹയർക്ക് പോകുമ്പോൾ നമുക്ക് തോന്നും ഇവര് തമ്മിലും എന്താണ് എന്തോ ഒരു പോയിന്റിൽ കുറച്ച് റിലേഷൻ ഉണ്ട്. അപ്പൊ എന്താണ് കാർണിവോറ എന്നുള്ള ഓർഡറിന്റെ അടിയിൽ നമ്മൾ ആരെ കൊണ്ടിട്ട് നമുക്ക് കുറച്ചും കൂടി സിമിലർ ആയിട്ട് തോന്നിട്ടില്ല ഫെലിഡെ കാനിഡെ എന്നുള്ള ഫാമിലിനെ കൊണ്ടിട്ട്. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ അതാണ് ഓർഡർ. ഇനി അടുത്തത് എന്താണ് ക്ലാസ്. ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ് കുറച്ചും കൂടി ഹയർ കാറ്റഗറി. ക്ലാസ് എന്ന് പറയുന്നത് ദിസ് കാറ്റഗറി ഇൻക്ലൂഡ് എന്താണ്, ദിസ് കാറ്റഗറി ഇൻക്ലൂഡ് എന്താണ് റിലേറ്റഡ് ഓർഡേഴ്സ്. റിലേറ്റഡ് ഓർഡേഴ്സിനെ നമ്മൾ കുറച്ചും കൂടി ഹയർ കാറ്റഗറി ആയിട്ടുള്ള ക്ലാസ്സിൽ കൊണ്ടിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ എന്താണ് ഓർഡർ പ്രൈമേറ്റ കംബ്രേസിങ് ആരൊക്കെയുണ്ട്, മങ്കി ഉണ്ട്, ഗൊറില്ല ഉണ്ട്, പിന്നെന്താണ് ഗിബൺ പറഞ്ഞിട്ടൊരു അനിമൽ ഉണ്ട്. ഇതൊക്കെ കൂടി ഉള്ളത് നമ്മൾ എവിടെ കൊണ്ടിടും, ക്ലാസ് മമേലിയയിൽ കൊണ്ടിടും. അലോങ് വിത്ത് ആരൊക്കെ ഉള്ളത്, കാർണിവോറ എന്നുള്ള ഓർഡർ. കാർണിവോറ ഓർഡറിൽ ആരൊക്കെ ഉള്ളത്, നമ്മളെ ടൈഗർ, കാറ്റ്, ഡോഗ്. ഓക്കെ, ഇവർ നമ്മൾ എവിടെ കൊണ്ടിടും, ക്ലാസ് മെമേലിയയിൽ കൊണ്ടിടും. അപ്പോൾ നമുക്കറിയാം ഓർഡർ ലെവലിൽ നോക്കുമ്പോൾ ഈ എന്താണ് മങ്കി, ഗൊറില്ല, ഗിബണൊക്കെ ഉള്ള പ്രൈമേറ്റ്സ് വേറെ തന്നെ ഓർഡർ ആണ്. അതേപോലെ ടൈഗർ, കാറ്റ്, ഡോഗ് ഉള്ള കാർണിവോർ വേറെ തന്നെ ഓർഡർ ആണ്. പക്ഷെ കുറച്ചും കൂടി ഹയർ പോകുമ്പോൾ എന്താണ് നമുക്ക് ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു കുഞ്ഞ് സിമിലാരിറ്റി, എന്തെങ്കിലും ഒരു പോയിന്റിൽ നമുക്കൊരു സിമിലാരിറ്റി തോന്നും. നമ്മൾ എന്ത് ചെയ്യും, സെയിം ക്ലാസ്സിൽ കൊണ്ടിടും. ഓക്കെ, ഈ സിമിലാരിറ്റി തോന്നാനുള്ളത് എന്താ വെച്ചാൽ പറഞ്ഞില്ല, നമ്മൾ ഇത് ഒരു മൂന്നാമത്തേതിന് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ പ്രൈമേറ്റും കാർണിവോറയും മാത്രമല്ല, വേറെ കുറെ ഓർഡേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരാണ് കുറച്ചും കൂടി ബെറ്റർ, അല്ലെങ്കിൽ ഇവര് തമ്മിലാണ് കുറച്ചും കൂടി സിങ്ക് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ഇവരെ ഒരുമിച്ച് ഒരു ഓർഡറിൽ കൊണ്ടിടുന്നത്. മനസ്സിലായ ഞാൻ പറഞ്ഞ ABC ആലോചിക്കുക, എയും ബിയും തമ്മിൽ ഒരു ഫ്യൂ ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ എയും സിയും തമ്മിൽ ഒന്നുമില്ല, ബിയും സിയും തമ്മിൽ ഒന്നുമില്ല. അപ്പൊ ഒബ്വിയസ്ലി നമ്മൾ ആരെ ഒരുമിച്ച് വെക്കുക, എനെയും ബീനെയും അല്ലേ ഒരുമിച്ച് വെക്കുക. അതാണ് നമ്മൾ ബാക്കിയുള്ളതിനെ വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇവര് തമ്മിൽ എന്തോ ഒരു കുറച്ച് സിമിലാരിറ്റി ഉണ്ട് തോന്നുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവരെ സെയിം ക്ലാസ്സിൽ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. അടുത്തത് എന്താണ് ഫൈലം. ഫൈലം എന്ന് പറഞ്ഞാൽ എന്ത്, ഫൈലം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹയർ കാറ്റഗറി ആയി, അതായത് കുറച്ചും കൂടി റിലേറ്റഡ് ക്ലാസ്സസിനെ നമ്മൾ എവിടെ കൊണ്ടിടുക, ഫൈലം എന്ന് പറയാം. ഇവിടെ എന്താ പറയുന്നത്, ക്ലാസ് കംപ്രൈസിങ് ഏതൊക്കെയാണ്, അനിമൽസ് ലൈക്ക് ഫിഷസ്, ആംഫീബിയൻസ്, ബേർഡ്സ്, റെപ്റ്റൈൽസ് അലോങ് വിത്ത് മാമൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് നെക്സ്റ്റ് ഹയർ കാറ്റഗറി. ഏതാണ് ഫൈലം. ഓക്കെ, ഓൾ ഓഫ് ദിസ് ബേസ്ഡ് ഓൺ കോമൺ ഫീച്ചേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു ഫീച്ചറിനെ ബേസ് ചെയ്തിട്ടിരിക്കും ആ ഒരു കാറ്റഗറിയിൽ കൊണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഇവരൊക്കെ സെയിം ഫൈലത്തിലാണ്. ഇപ്പൊ നമുക്കറിയാം ഫിഷ് വേറെ തന്നെയാണ്, ഫിഷിനെയും ആംഫിബിനെ നമുക്ക് താഴത്തേക്ക് വരുമ്പോൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മേലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു കോമൺ ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവരെ ഈ ഫൈലത്തിൽ കൊണ്ടിട്ടിട്ടുണ്ടാവുക. ഇവിടെ കൊണ്ടിട്ടിട്ടുള്ള കോമൺ ഫീച്ചർ എന്താണ്, പ്രസൻസ് ഓഫ് നോട്ടോകോഡ് ആൻഡ് എന്താണ് ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം. നോട്ടോ കോഡ് വെച്ചിട്ടും ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം. ഇപ്പൊ ഈ മേലെ പറഞ്ഞ ഫിഷസ് ആവട്ടെ, ആംഫിബിയൻ ആവട്ടെ, റെപ്റ്റൈൽ ആവട്ടെ, ബേർഡ് ആവട്ടെ, നമ്മുടെ മാമൽസ് ആവട്ടെ, ഇവർക്കൊക്കെ എന്തുണ്ട്, പ്രസൻസ് ഓഫ് നോട്ടോ കോഡ് ഉണ്ട്, ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം ഉണ്ട്. അപ്പൊ ആ ഒരു ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവരെല്ലാരും ഇവിടെ വെക്കും ഫൈലം. ഫൈലം ഏതാണ്, ഫൈലം കോർഡേറ്റയിൽ വെക്കും അല്ലെ. ഇനി പ്ലാന്റിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്താ പറയാ, ഫൈലം എന്നല്ല പറയാ, ഡിവിഷൻ എന്നാണ് കേട്ടോ പറയാ. പ്ലാന്റിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഫൈലം എന്ന് പറയില്ല, പകരം ഡിവിഷൻ എന്ന് പറയും. ഇനി നമ്മൾ എടുക്കുന്നത് ഏതാണ് ഏറ്റവും ഹൈയസ്റ്റ് കാറ്റഗറി, ഏതാണ് ഏറ്റവും ഹൈയസ്റ്റ് കാറ്റഗറി, കിങ്ഡം അല്ലെ. ഹൈയസ്റ്റ് കാറ്റഗറി എന്താണ്, കിങ്ഡം. അപ്പൊ എന്താണ്, ഓൾ ആനിമൽസ് ബിലോങ്ങിങ് ടു വേരിയസ് ഫൈല ആർ അസൈൻ ടു ദ ഹൈയസ്റ്റ് കാറ്റഗറി കോൾഡ് ഏതാണ്, കിങ്ഡം അനിമേലിയ. അതായത്
വേരിയസ് ആനിമൽസ്, അതായത് ബിലോങ്ങിങ് ടു ഡിഫറെന്റ് ഫൈലിലുള്ള വേരിയസ് ആനിമൽസ് നമ്മൾ എവിടേക്ക് കൊണ്ടുവരും? ഹയസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ളത് കിങ്ഡം അനിമേലിയയിലേക്ക് കൊണ്ടുവരും അല്ലെ. എല്ലാ ഓർഗാനിസും എല്ലാ ആനിമൽസും ലാസ്റ്റ് എത്തുന്നത് എവിടെയാണ്? കിങ്ഡം അനിമേലിയൻ ആണ്. അതേപോലെ എല്ലാ പ്ലാന്റ്സും ലാസ്റ്റ് എത്തുന്നത് എവിടെ ഇരിക്കും? കിങ്ഡം പ്ലാന്റയിലിരിക്കും. അതിന്റെ അടിയിലുള്ള സബ് ഡിവിഷൻസ് ഒന്നും ഇപ്പൊ നമ്മൾ നോക്കണില്ല. ഇങ്ങനെ മേലേക്ക് വന്ന് കിങ്ഡം ലെവൽ എത്തുമ്പോൾ അപ്പൊ അവിടെ ഡിവിഷൻ വരുന്നത് ഒരു പ്ലാന്റ് ആണോ അനിമൽ ആണോ എന്നുള്ളതാണ്. അല്ലാതെ ഒരു ടൈഗർ ആണോ ഹ്യൂമൻ ആണോ എന്ന് അവിടെ നോക്കണില്ല. ടൈഗർ ആണോ മങ്കി ആണോ നോക്കണില്ല. ഇവരൊക്കെ കിങ്ഡം അനിമേലിയയിലാണ്. പക്ഷെ ഒരു ടൈഗർ ആണോ ഒരു ബനാന ട്രീ ആണോ എന്ന് ചിലപ്പോൾ നമ്മൾ നോക്കും അല്ലെ. അല്ലെങ്കിൽ ടൈഗർ ആണോ ഒരു മാംഗോ ട്രീ ആണോ നമ്മൾ നോക്കും. അവിടെയാണ് എന്ത് വരുന്നത്? അവിടെ ബേസിക് അല്ലെങ്കിൽ മേലെ ഏറ്റവും ഹയസ്റ്റ് റാങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ആ തരത്തിലായിരിക്കും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടാവുക. അപ്പൊ നമ്മൾ ടൈഗറും ഹ്യൂമണും തമ്മിലുള്ള ഡിഫറൻസസ് പറയാനല്ല നിൽക്കേണ്ടത്. ഏറ്റവും ഹയസ്റ്റ് ഡിഫറൻസ് അതൊരു പ്ലാന്റ് ആണോ അനിമൽ ആണോ എന്നുള്ള ഡിഫറൻസ് ആണ് എന്ത് വരുന്നത്? അവിടെ വരുന്നത് കിങ്ഡം അനിമേലിയും കിങ്ഡം പ്ലാന്റിയും നോക്കുമ്പോൾ. The kingdom Plantae, on the other hand, is distinct and comprises of all plants from various divisions. അല്ലെ? The kingdom Plantae, on the other hand, is distinct and comprises of all plants from various divisions. നമ്മൾ പറഞ്ഞ പ്ലാന്റിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഡിവിഷൻ എന്ന് പറയും. പ്ലാന്റിന്റെ കേസാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഡിവിഷൻ എന്ന് പറയും. ആനിമൽസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫൈലം എന്ന് പറയും. അപ്പോൾ ഡിഫറെന്റ് ഡിവിഷൻസ് എന്നുള്ള എന്താണ് പ്ലാന്റ്സ് ഒക്കെ കൂടി നമ്മൾ ഇവിടെ കൊണ്ടിട്ട് കിങ്ഡം പ്ലാന്റിൽ കൊണ്ടിട്ട് അല്ലെ. ഇനി എന്താണ്? The taxonomic categories from species to kingdom have been shown in the ascending order starting from species. ഇവിടെ അത് ഈ ഇമേജിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവിടെ കണ്ട സ്പീഷീസ് തൊട്ടിട്ട് സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം അല്ലെ. ഇത് മേലേക്ക് പോണത്. അപ്പൊ എന്താണ്? അസെൻഡിങ് ഓർഡർ. ചെറുതെന്ന് വലുതേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താണ്? അസെൻഡിങ് ഓർഡർ ആണ്. ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ പോകുമ്പോൾ വരുന്ന കുറച്ച് വ്യത്യാസങ്ങൾ എന്തായിരിക്കും? അപ്പൊ ഞാൻ ചോദിക്കാം, കൂടാണോ കുറയാണോ നിങ്ങൾ പറഞ്ഞാൽ മതി. സിമിലാരിറ്റി എന്തായിരിക്കും? മേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് സിമിലാരിറ്റീസ് എന്തായിരിക്കും? കുറയും അല്ലെ. കോമൺ ക്യാരക്ടേഴ്സ് എന്തായിരിക്കും? കോമൺ ക്യാരക്ടേഴ്സ് എന്തായിരിക്കും? അതും കുറയും. പിന്നെന്താണ്? ജനറൽ ക്യാരക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുക? ജനറൽ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യും? ജനറൽ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ. സിമിലാരിറ്റി കുറയും, കോമൺ ക്യാരക്ടർ കുറയും, ജനറൽ ക്യാരക്ടർ എന്ത് ചെയ്യും? കൂടും. ഓക്കെ. അപ്പൊ ഈ ഒരു ഹൈറാർക്കിനെ പറ്റിയിട്ടാണ് ഇവിടെ ഈ ഒരു സെന്റൻസിൽ പറയുന്നത്. എന്താണ്? ദ ടാക്സോണമി കാറ്റഗറി ഫ്രം സ്പീഷീസ് ടു കിങ്ഡം ഹാവ് ബീൻ ഷോൺ ഇൻ ദ എവിടെയാണ്? അസെൻഡിങ് ഓർഡർ സ്റ്റാർട്ടിങ് ഫ്രം സ്പീഷീസ്. ഫിഗറിൽ കാണിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞേ എന്താണ്? സബ് കാറ്റഗറീസ് ഉണ്ട് ഇവിടെ പറയുന്നത്. ഹൗവർ ടാക്സോണമിസ്റ്റ് ആൾസോ ഡെവലപ്ഡ് സബ് കാറ്റഗറീസ് ഇൻ ദിസ് ഹൈറാർക്കി ടു ഫെസിലിറ്റേറ്റ് മോർ എന്താണ് സൗണ്ട് ആൻഡ് സയന്റിഫിക് പ്ലേസ്മെന്റ് ഓഫ് വേരിയസ് ടാക്സ്. അതായത് ഇതിന്റെ ഇടയിൽ ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ സ്പീഷീസ്, ജീനസ്, പിന്നെ എന്താണ് ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം അല്ലെ. ഇത് കൂടാതെ എന്തുണ്ട്? സബ് കാറ്റഗറീസ് ഉണ്ട്. പക്ഷെ എന്താണ് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു ഡിവിഷൻ വരുമ്പോൾ അവിടെ വെക്കാൻ വേണ്ടി സബ് കാറ്റഗറീസ് ഉണ്ട്. നിങ്ങളുടെ ലെവലില് നിങ്ങൾ അത് അറിയേണ്ടതില്ല. നിങ്ങൾ ഈ ഏഴെണ്ണത്തിനെ പറ്റി പഠിച്ചാൽ മതി. ഈ ഏഴെണ്ണത്തിൽ പ്ലേസ് ചെയ്യണതിനെ പറ്റി അറിഞ്ഞാൽ മതി. ഓക്കെ. ഇനി ഇവിടെ നോക്ക്. ഇവിടെ പറയുന്നുണ്ട് as we go higher from species to kingdom, the number of common characters goes on decreasing. അല്ലെ. നമ്മൾ സ്പീഷീസ് നിന്ന് കിങ്ഡത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോമൺ ക്യാരക്ടേഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. ലോവർ ദ ടാക്സ മോർ ആർ ദ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ദ മെമ്പേഴ്സ് വിത്തിൻ ദ ടാക്സോൺ ഷെയർ. താഴത്തേക്ക് വരുമ്പോൾ മെമ്പേഴ്സ് തമ്മിലുള്ള എന്തായിരിക്കും? കോമൺ ക്യാരക്ടേഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ.
higher the category, greater is the difficulty of determining the relationship to the other taxa. മേലക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു കാറ്റഗറി ആയിരിക്കും എന്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീച്ചർ ആയിരിക്കും ഈ കാറ്റഗറീസിനെ തമ്മിൽ കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ മേലക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഹെൻസ് ദ പ്രോബ്ലം ഓഫ് ക്ലാസിഫിക്കേഷൻ ബിക്കംസ് മോർ കോംപ്ലക്സ്. മേലക്ക് പോകുന്നതിനനുസരിച്ച് എന്താണ് നമുക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഏതെങ്കിലും കോമൺ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇവർ തമ്മിൽ ഉണ്ടാവുക. അതുകൊണ്ട് ക്ലാസിഫിക്കേഷനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ താഴേക്ക് വരുന്നതിനനുസരിച്ച് ഒരുപാട് സിമിലാരിറ്റീസും ഒരുപാട് കോമൺ ക്യാരക്ടേഴ്സും ഉള്ളതുകൊണ്ട് തന്നെ ക്ലാസിഫിക്കേഷൻ എന്തായിരിക്കും, സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, കണ്ട, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം മാൻ ആ പറയണത്. മാന്റെ ബയോളജിക്കൽ നെയിം എന്താണ്? ഞാൻ പറഞ്ഞു ഹോമോ സാപ്പിയൻസ് എന്നാണ്. ഹോമോ ജീനസും സാപ്പിയൻസ് സ്പീഷീസും. ഹൊമിനിഡേ എന്നുള്ള ഫാമിലിയിലാണ് ആര് വരുന്നത്? മാന് വരുന്നത്. ഓർഡർ പ്രൈമേറ്റ, ക്ലാസ് മമേലിയ, ഫൈലം കോർഡേറ്റ, കിങ്ഡം വെരി ഗുഡ്. കിങ്ഡം ഏതാണ്? അനിമേലിയ അല്ലെ. ഇനി അടുത്തത് ഹൗസ് ഫ്ലൈ ആണ്. അതിന് നമ്മൾ മസ്ക ഡൊമസ്റ്റിക്ക എന്ന് വിളിക്കും അല്ലെ, മസ്ക ഡൊമസ്റ്റിക്ക. ജീനസ് മസ്ക, ഡൊമസ്റ്റിക്ക ആയിരിക്കും എന്ത് സ്പീഷീസ്? ഫാമിലി മ്യൂസീഡെ, ഓർഡർ ഡിപ്റ്ററ, ക്ലാസ് ഇൻസെക്റ്റ, ഫൈലം ആർത്രോപോഡ, കിങ്ഡം അനിമേലിയ. ഓക്കെ. മാംഗോ. മാംഗോ. മാംഗോ എന്താണ്? മാഞ്ചിഫറ ഇൻഡിക്ക. മാഞ്ചിഫറയാണ് ജീനസ്, ഇൻഡിക്ക സ്പീഷീസ്. അനാകാർഡിയേസിയെ ആണ് ഫാമിലി. സാപ്പിൻഡേൽസ് ഓർഡർ. ഡൈകോട്ടിലിഡിനെ ക്ലാസ്. ആൻജിയോസ്പേം ഫൈലം. ദോ കിങ്ഡം ഏതാ? കിങ്ഡം പ്ലാന്റ്. ഇനി വീറ്റ്. ഇതിന് നമ്മൾ ട്രിറ്റിക്കം ഏസ്റ്റീവം എന്ന് വിളിക്കും. ട്രിറ്റിക്കം ആണ് ജീനസ്, ഏസ്റ്റീവം സ്പീഷീസ്. പോയേസിയെ ഫാമിലി, പോയിൽസ് ഓർഡർ, മോണോകോട്ടിലിഡിനെ ക്ലാസ്, ആൻജിയോസ്പേം. കിങ്ഡം ഏതാണ്? അതും പ്ലാന്റ്. അപ്പൊ പ്ലാന്റിന്റെ കേസിൽ നോക്ക്, ഫൈലം ഏതാ വരുന്നത്? ആൻജിയോസ്പേമും ജിംനോസ്പേമും. അത് മാത്രല്ലല്ലോ, പിന്നെ ഉണ്ടല്ലോ. പക്ഷെ ഹയർ പ്ലാന്റ്സ് ആവുമ്പോൾ ആൻജിയോസ്പേമും ജിംനോസ്പേമും തന്നെയല്ലേ വരുള്ളൂ. അതേപോലെ ക്ലാസ്സിൽ ഏതാ വരുന്നത്? മോണോകോട്ടിലിഡൻ ആണോ ഡൈകോട്ടിലിഡൻ ആണോ നോക്കുക. ഓർഡറും ഫാമിലിയും പിന്നെ അങ്ങനെ മാറും. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. അതായത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. ഹൗസ് ഫ്ലൈന്റെ ഫാമിലി ഏതാണ്? എന്നിട്ട് മ്യൂസിയുടെ അതിന്റെ കൂടെ 3 ഓപ്ഷൻസ് വേറെ ഉണ്ടാവും. അല്ലെങ്കിൽ ഹൗസ് ഫ്ലൈന്റെ ഓർഡർ ഏതാണ്? അല്ലെങ്കിൽ ഹൗസ് ഫ്ലൈ കൊടുത്തിട്ട് തന്നെ ജീനസ് ഇതാണ്, ഫാമിലി ഓർഡർ ക്ലാസ് ഒക്കെ മാച്ച് ചെയ്യാൻ തരും. ക്ലാസ് ഏത് ഡിപ്റ്ററ കൊടുത്തിട്ടുണ്ടാവും, ഇൻസെക്ട് കൊടുത്തിട്ടുണ്ടാവും, മ്യൂസിഡ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ ഏതാണ് ഫാമിലി, ഏതാണ് ഓർഡർ, ഏതാണ് ക്ലാസ് എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഈ ടേബിൾ എന്ത് ചെയ്യണം? നല്ലോണം പഠിക്കണം. ഈ ടേബിൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടാണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളു എന്ത് ടാക്സോണമിക് കാറ്റഗറീസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടാക്സോണമിക് എയ്ഡ്സിനെ പറ്റിയിട്ടാണ്. ഇത് ടാക്സോണമിക്കൽ എയ്ഡ്സ്, ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു നിങ്ങളെ ബുക്കിൽ നിന്ന് ഒമിറ്റ് ചെയ്ത ഭാഗത്തുള്ളതാണ് അല്ലേ? ഇതിപ്പോ ടെക്സ്റ്റിൽ ഇല്ലാലോ. ഇല്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പഠിച്ചു പോയി. ഇൻ കേസ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഒമിറ്റ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കുറവാണ്. എന്നാലും ഇൻ കേസ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പൊ എന്താണ് ടാക്സോണമിക്കൽ എയ്ഡ്സ്? ഒരു 5 അല്ലെങ്കിൽ 6 എയ്ഡ്സിനെ പറ്റിയിട്ടാണ് നിങ്ങളെ ടെക്സ്റ്റിൽ പറയുന്നത്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവത്തിനാണ് നമ്മൾ എയ്ഡ്സ് എന്ന് പറയുന്നത്. ഈ ടാക്സോണമിക്കൽ ഇത് നമ്മൾക്ക് ഈ എന്താ പറയാ, ഈ സ്റ്റഡീസിനും ക്ലാസിഫിക്കേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം വേരിയസ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ്, അല്ലെങ്കിൽ ഏതൊരു ഓർഗാനിസം ആയിക്കോട്ടെ, നമുക്ക് അഗ്രികൾച്ചറിലും ഫോറസ്ട്രിയിലും ഇൻഡസ്ട്രിയിലും ഒക്കെ എന്താണ് ആവശ്യമുണ്ട്. അതൊക്കെ കൂടാതെ നമുക്ക് നമ്മളെ ബയോ റിസർവിനെ പറ്റി പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ബയോ റിസോഴ്സസിനെ പറ്റി പഠിക്കണമെങ്കിലും അവർ ഡൈവേഴ്സിനെ പറ്റി അറിയണമെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറെന്റ് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ പറ്റി എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പൊ എന്താണ്, ഇങ്ങനെ അറിഞ്ഞിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവരെ പറ്റി നമ്മൾ പഠിക്കണം, അവരെ ഐഡന്റിഫൈ ചെയ്യണം, അവരെ ക്ലാസിഫൈ ചെയ്യണം, അവരെ ക്യാരക്ടറൈസേഷൻ നോക്കണം അല്ലെ?
അപ്പൊ ഇതിന് നമുക്ക് റിസോഴ്സസ് വേണം. എന്തൊക്കെയാണ്? നമുക്ക് ഒന്നെങ്കിൽ ലബോറട്ടറി സ്റ്റഡി നടത്തണം, അല്ലെങ്കിൽ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളായിട്ട് ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെ പഠിക്കണം. അങ്ങനെ അപ്പൊ അങ്ങനെ നമ്മളെ ഈ ഒരു സ്റ്റഡിയിൽ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ്, എയ്ഡ്സ് എന്ന് പറഞ്ഞ കുറച്ച് ടൂൾസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിനൊരു 5-6 പറ്റി ഡിസ്കസ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ്? ഹെർബേറിയം ഉണ്ട്, അതേപോലെ ബൊട്ടാനിക്കൽ ഗാർഡന്, മ്യൂസിയം, പിന്നെ സൂ, പിന്നെ ഏതാണ്, പിന്നെ കീ എന്ന് പറഞ്ഞ ഒരു ടാക്സോണമിക്കൽ എയ്ഡ് ഉണ്ട്, പിന്നെ മറ്റേ കാറ്റലോഗ്, മോണോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടൊക്കെ കുറച്ച്, ഫ്ലോറ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ടാക്സോണമിക്കൽ എയ്ഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതേതാണ്? ഇതാണ് ഹെർബേറിയം. അപ്പൊ പറ, ഹെർബേറിയത്തിനെ പറ്റി നിങ്ങൾക്കുള്ള നോളജ് എന്താണ്? ഇത് ആക്ച്വലി എന്താണെന്ന് അറിയോ? സ്റ്റോറേജ് ഓഫ് കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ് ആണ്. ഓക്കെ, സ്റ്റോറേജ് ഓഫ് കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ് ആണ്. ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ കളക്റ്റഡ് മാത്രമല്ല, അവരെന്ത് ചെയ്യും? ഡ്രൈ ചെയ്യും, ഇവരെ പ്രസ് ചെയ്യും, ഇവരെ പ്രിസേർവ് ചെയ്യും. ഡ്രൈഡ്, പ്രസ്ഡ് ആൻഡ് പ്രിസർവ്ഡ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫോട്ടോഗ്രാഫ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പ്ലാന്റ്സിനെ ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് ഇതേപോലെ ഓരോ ഷീറ്റ് ഓഫ് പേപ്പർ, ഹെർബേറിയം ഷീറ്റ്സ് എന്നാ പറയുക, ഷീറ്റ്സ് ഓഫ് പേപ്പറിൽ എന്ത് ചെയ്യും? പ്രിസർവ് ചെയ്ത് വെക്കും. ഓക്കെ, ഇവരെന്ത് ചെയ്യും? പ്ലാന്റ്സിനെ കളക്ട് ചെയ്ത് ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് ഇതേപോലെ പ്രിസർവ് ചെയ്ത് വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ടാണ്. ഓഫ് കോഴ്സ് നമുക്ക് ഭാവിയിൽ ആ പ്ലാന്റിനെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് അവിടെ പോയി നോക്കിയാൽ മതി. എന്താണ്? ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ടാണ് എന്ത് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞ ഹെർബേറിയം ഷീറ്റ്സ് എന്നാണ് ഇതിന് പറയാ. ഹെർബേറിയം ഷീറ്റ്സ് എന്നാണ് ഇതിന് പറയാ. അപ്പൊ ഈ ഹെർബേറിയം ഷീറ്റ്സുമേ കുറച്ച് ഇൻഫോർമേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഹെർബേറിയം ഷീറ്റുമ്മേ കുറച്ച് ഇൻഫോർമേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ആ ഇൻഫോർമേഷൻസ് അറിയോ? ഡേറ്റ് ഉണ്ടാവും, എപ്പോഴാണ് ഇത് ഈ ഹെർബേറിയം ഷീറ്റ് ഉണ്ടാക്കി എന്നുള്ള ഡേറ്റ് ഉണ്ടാവും. പ്ലേസ് ഓഫ് കളക്ഷൻ, എവിടെ നിന്നാണ് നമ്മൾ ആ പ്ലാന്റ് കളക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഇൻഫോർമേഷൻ അതിന് ഉണ്ടാവും. അതുകൂടാതെ എന്തൊക്കെ ഉണ്ടാവും? അതിന്റെ ലോക്കൽ നെയിമും ഉണ്ടാവും, ബൊട്ടാനിക്കൽ നെയിമും ഉണ്ടാവും. ലോക്കൽ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്ഥലത്ത് അത് എന്ത് നെയിമിലാണോ അറിയപ്പെടുന്നത് അതാണ് ലോക്കൽ നെയിം. അതുകൂടാതെ അതിന്റെ ബൊട്ടാനിക്കൽ നെയിം ഉണ്ടാവും, ഫാമിലി നെയിം ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? കളക്ടേഴ്സ് നെയിം ഉണ്ടാവും. ആരാണ് ഈ ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് ഹെർബേറിയം ഷീറ്റ് ഉണ്ടാക്കിയത് എന്നുള്ള കളക്ടേഴ്സ് നെയിം ഉണ്ടാവും. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തൊക്കെയാണ് ഹെർബേറിയം ഷീറ്റുമുള്ള ഇൻഫോർമേഷൻ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഓടിച്ച് വായിച്ച് പോണം. അതാണ് ഹെർബേറിയം. ഇനി രണ്ടാമത്തത് ഏതാണ്? ഇതേതാണ്? ഇതാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ. പറയും, ബൊട്ടാനിക്കൽ ഗാർഡനിൽ എന്താ ഉണ്ടാവുക? ബൊട്ടാനിക്കൽ ഗാർഡനിൽ എന്താ ഉണ്ടാവുക? കളക്ഷൻ ഓഫ് ലിവിങ് പ്ലാന്റ്സ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ റെഫറൻസ്. നമുക്ക് ഇപ്പോൾ ഒരു പ്ലാന്റിനെ പറ്റി അറിയണമെങ്കിൽ നമുക്ക് ഒരു ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയിട്ട് അവരെ റെഫർ ചെയ്താൽ മതി. അപ്പൊ അവരവിടെ ഇങ്ങനെ പ്രിസർവ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കൺസേർവ് അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നാളെ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് ആ പ്ലാന്റിനെ പറ്റി എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയിട്ട് ആ പ്ലാന്റിനെ പറ്റി പഠിക്കണമെങ്കിൽ നമ്മൾ അവിടെ പോയി ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്താണ്? ദേ ആർ ദ കളക്ഷൻ ഓഫ് ലിവിങ് പ്ലാന്റ്സ് ഫോർ റെഫറൻസ്, അല്ലെ? ഇനി ഈ പ്ലാന്റുമേ എന്താ ചെയ്തിട്ട് ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഊട്ടിയിൽ തോന്നുന്ന ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ടെന്ന്. അവിടെ പോയാൽ നമുക്കറിയാം ആ പ്ലാന്റുമേ എന്ത് ചെയ്തിട്ടാവും? അതിന്റെ പേര് ലേബിൾ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ബൊട്ടാനിക്കൽ അല്ലെങ്കിൽ സയന്റിഫിക് നെയിം എന്ത് ചെയ്തിട്ടുണ്ടാവും? ബൊട്ടാനിക്കൽ അല്ലെങ്കിൽ സയന്റിഫിക് നെയിം എന്ത് ചെയ്തിട്ടുണ്ടാവും? ലേബൽ ചെയ്തിട്ടുണ്ടാവും. ആ പ്ലാന്റുമ്മേ എന്ത് ചെയ്തിട്ടുണ്ടാവും? അതിന്റെ ബൊട്ടാനിക്കൽ അല്ലെങ്കിൽ സയന്റിഫിക് നെയിം എന്ത് ചെയ്തിട്ടുണ്ടാവും? ലേബൽ ചെയ്തിട്ടുണ്ടാവും, അല്ലെ? ഇനി ഫേമസ് ബൊട്ടാനിക്കൽ ഗാർഡൻസിന്റെ പേര് നിങ്ങൾ ടെക്സ്റ്റിൽ പറയണ്ടേ. ഒന്നെന്ന് പറഞ്ഞാല് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്. ഈ ക്യൂ എവിടെ ഉള്ളതെന്ന് അറിയോ? ഇംഗ്ലണ്ടിലാണ് ഉള്ളത്. പിന്നെ പറയണത് ഒന്ന് ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ്. ഇന്ത്യൻ
ബൊട്ടാനിക്കൽ ഗാർഡൻ. ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ എവിടെയുള്ളത്? ഹൗറയിലാണുള്ളത്. ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ എവിടെയുള്ളത്? ഹൗറയാണുള്ളത്. പിന്നെ ഏതാണ്? നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണുള്ളത്? ലക്നൌവിലാണുള്ളത്. ഓക്കെ, നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയുള്ളത്? ലക്നൌവിലാണുള്ളത്. ഇതും ആക്ച്വലി ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിയിരുന്നു. അപ്പൊ ഈ ഭാഗം ബൊട്ടാനിക്കൽ ഗാർഡൻ നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോകുമ്പോൾ ഇതിന്റെ പേരുകൾ മറക്കാതെ പഠിക്കുക. ക്യൂ ഉണ്ട്, ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്, ഇന്ത്യൻ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇത് എവിടെ, എന്തൊക്കെയാണ് പേര്, എവിടെയൊക്കെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് വായിച്ചു പോവാ. മൂന്നാമത്തത് ഏതാണ്? പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്താണ്? ഇതെന്താണ്? മ്യൂസിയം. മ്യൂസിയം അല്ലേ? ഇതെന്താണ്? മ്യൂസിയം. മ്യൂസിയത്തിൽ എന്തൊക്കെ ഉണ്ടാവും? ഒന്ന്, കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് ഉണ്ടാവും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? Animals. കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഉണ്ടാവും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ഇൻസെക്ട്സ് ഉണ്ടാവും. ഇൻസെക്ട്സ് ഉണ്ടാവും. അവരെന്ത് ചെയ്യും? കിൽ ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ എന്താ ഉണ്ടാവുക? സ്കെൽട്ടൻസ് ഉണ്ടാവൂല്ലേ? ആനിമൽസിനൊക്കെ സ്കെൽട്ടൻസ് ഉണ്ടാവും. ഇപ്പൊ ഈ പിക്ചറിൽ നോക്കി നിങ്ങൾക്ക് കാണാം, ഒരു ഡിനോസറിന്റെ സ്കെൽട്ടൻ ആണുള്ളത്. സ്കെൽട്ടൻസ് ഉണ്ടാവും. പിന്നെന്താ ഉണ്ടാവുക? പിന്നെ ചില ബേർഡ്സിന്, മാമൽസിനൊക്കെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും? സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സ്റ്റഫ്ഡ് ബേർഡ്സ് ആൻഡ് മാമൽസിന് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ, സ്റ്റഫ്ഡ് ബേർഡ്സ് ആൻഡ് മാമൽസിന് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഇതും ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പൊ ചിലപ്പോൾ ചോദിക്കും, വിച്ച് among the following is ട്രൂ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഏതൊക്കെ സംഭവങ്ങൾ മ്യൂസിയത്തിൽ ഉണ്ട്, ഏതൊക്കെ സംഭവം മ്യൂസിയത്തിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ട്. അപ്പൊ മ്യൂസിയം ജസ്റ്റ് വായിച്ചു പോകുമ്പോൾ ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, ഈ കുറച്ച് പോയിന്റ്സ് എന്ത് ചെയ്യുക, നോക്കി പോവാം. അവിടെ എന്തൊക്കെ കാണുന്നു എന്നുള്ളതെന്നാണ് ഇതുവരെ ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അപ്പൊ അതെന്ത് ചെയ്യാ, നോക്കി പോവാ. കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇൻസെക്ട് ആണെങ്കിൽ അവരെ കിൽ ചെയ്ത് പിൻ ചെയ്ത് വെക്കും. സ്കെൽട്ടൻസ് ഉണ്ടാവും ആനിമൽസിന്റെ ഒക്കെ. പിന്നെ ബേർഡ്സും മാമൽസും ഒക്കെ ചിലപ്പോൾ എന്താവും? സ്റ്റഫ്ഡ് ബേർഡ്സ് ആൻഡ് മാമൽസ് ഉണ്ടാവും. പിന്നെ അടുത്തത് എന്താണ്? ഇതെന്താണ്? സ്റ്റഫ്ഡ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, അവര് ഉള്ളില് എന്തായിരിക്കും, ഇങ്ങനെ കോട്ടൺ ഒക്കെ വെച്ചിട്ട്, അതായത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ എന്ത് തോന്നും? അവര് ഇങ്ങനെ എന്താ പറയാ, സ്കെൽട്ടൻ ആയി പോയിട്ടുണ്ടാവില്ല. അവരെന്താ പറയാ, ഇപ്പോ സ്റ്റഫ്ഡ് പാരറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇത് നോക്കുക, ഗൂഗിളിൽ പിക്ചേഴ്സ് നോക്കുക. സ്റ്റഫ്ഡ് ആനിമൽസ് എന്ന് പറയുമ്പോൾ പിക്ചേഴ്സ് വരും. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർ അതേപോലെയുള്ള പോലെ തോന്നും. അവരങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പൊ നമ്മളൊരു ഡെഡ് ആയി പോകുമ്പോൾ അതിന് അതിൻ്റെതായ ഡീകമ്പോസിഷൻ ചേഞ്ചസും കാര്യങ്ങളൊന്നും വരാതെ അത് അതേപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് സ്റ്റഫ്ഡ് ആനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? നാലാമത്തെ എന്താണ്? ഇതാണ് സുവോളജിക്കൽ പാർക്ക്, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും സിമ്പിൾ ആയിട്ട്? സൂ എന്ന് വിളിക്കും. ഇവിടെ നമ്മൾ വൈൽഡ് ആനിമൽസിനെയാണ് എന്ത് ചെയ്യാ, വൈൽഡ് ആനിമൽസിന് എന്ത് ചെയ്യും? വൈൽഡ് ആനിമൽസിനെ പ്രൊട്ടക്റ്റഡ് എൻവിയോൺമെന്റ്സിൽ വെക്കും. വൈൽഡ് ആനിമൽസിനെ എവിടെ വെക്കും? പ്രൊട്ടക്റ്റഡ് എൻവിയോൺമെന്റ്സിൽ വെക്കും. അതായത് അവരിപ്പോ കാട്ടിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായിരിക്കും അവരുടെ ഒരു എന്താ പറയാ, എന്തൊരു എൻവിയോൺമെന്റിലേക്കും അവരുണ്ടാവാം. അതേപോലെ ഹ്യൂമൻ കെയറിന്റെ അണ്ടർ ഹ്യൂമൻ കെയറിൽ അതേപോലത്തെ എൻവയോൺമെന്റ് സെറ്റ് ചെയ്തിട്ട് അതേപോലെ ഫുഡ് ഹാബിറ്റ്സും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവരെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ ബിഹേവിയർ എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ
ഫുഡ് ഹാബിറ്റ്സും ബിഹേവിയറും ഒക്കെ എന്താണ് നമുക്ക് പഠിക്കാൻ വേണ്ടിട്ട്. നമുക്ക് കാട്ടുപോയി പഠിക്കാൻ പറ്റില്ലല്ലോ. അവരെ ഫുഡ് ഹാബിറ്റ്സും ബിഹേവിയർ ഒക്കെ പഠിക്കാൻ വേണ്ടിട്ട് എന്താണ്, ഫുഡ് ഹാബിറ്റ്സും ബിഹേവിയർ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, അവരെ ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെന്റില് വൈൽഡ് ആനിമൽസിനെ കൊടുന്ന് എന്ത് ചെയ്യും, വെക്കും അല്ലെ. അവർക്ക് എന്താണ്, അവർക്ക് കാട്ടിൽ അല്ലെങ്കിൽ അവർ എവിടെ നിന്നാണോ കൊടുക്കുന്നത് അതേപോലെയുള്ള എൻവയോൺമെന്റ് നമ്മൾ മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പൊ അതാണ് എന്ത് സുവോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ സൂ. വൈൽഡ് ആനിമൽസിലെ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെന്റിൽ വെക്കും അണ്ടർ ഹ്യൂമൻ കെയറിൽ. എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ ബിഹേവിയറിനും ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിട്ട്. പിന്നെ അടുത്തത് എന്താണ്, അഞ്ചാമത്തത് എന്ന് പറഞ്ഞാല് കീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാക്സ് നിങ്ങൾക്ക് ഈ കീനെ പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് എന്താ അറിയാ? അറിയില്ല. അതായത് ഏഹ്, ഒരു ഒരു ഓർഗാനിസം ആയിക്കോട്ടെ, ബേർഡ് ആയിക്കോട്ടെ, ആനിമൽ ആയിക്കോട്ടെ, അവര് തമ്മിലുള്ള സിമിലാരിറ്റിയും ഡിഫറൻസസും വെച്ചിട്ട് ബേസ്ഡ് ഓൺ സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ആനിമലിനെ അല്ലെങ്കിൽ എന്താ പറയാ ബേർഡിനെ നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു സെക്കൻഡ്, ബേസ്ഡ് ഓൺ സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ കീ എന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് അവിടെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, കീയിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ അത് വെച്ച് 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 ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അതിന്ന് ലീഡ് ചെയ്യുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, ഇതിന്ന് ലീഡ് ചെയ്യുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ആനിമലിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത് വിചാരിക്കാം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ഹെർബിവോർ ആണോ കാർണിവോർ ആണോ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഒന്ന് ഒന്ന് നമുക്ക് കളയേണ്ടി വരും. അപ്പൊ നമുക്ക് കാർണിവോർ ആണെങ്കിൽ നമ്മൾ ഹെർബിവോർ കളയേണ്ടി വരും. അപ്പൊ ഈ കാർണിവോർ പിന്നെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അങ്ങനെ കണ്ടുപിടിച്ച് ഒന്ന് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും, ഒമിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയേണ്ടി വരും. അങ്ങനെ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പിന്നെ ഒരു ലീഡ് ഉണ്ടാവും. അങ്ങനെ വെച്ച് 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 പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫൈനലി എന്ത് ചെയ്യും, ആ സംഭവം എന്താണ്, ആ ഓർഗാനിസം എന്താണ് നമ്മൾ എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. ഒരു ക്ലൂ പോലെ, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോലെയാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അതിന് സെലക്ട് രണ്ട് ക്വസ്റ്റ്യനിൽ നിന്ന് ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒന്നിന്ന് അടുത്ത ലീഡിങ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് കീ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്ക്, കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. അപ്പോ ബേസ്ഡ് ഓൺ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് എന്ത് കീ ഉണ്ടാവുക. അപ്പോ എന്താ പറയാ, ഹെർബിവോർ ആണോ കാർണിവോർ ആണോ അതൊരു ക്യാരക്ടർ. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേറെ ഇപ്പൊ എന്താ പറയാ, ഉം, ഉം, എന്താണ് അങ്ങനെയുള്ള ഫോർ എക്സാമ്പിൾ ഇപ്പൊ വേറെന്ത് പറയും, കിട്ടണില്ല എനിക്കൊന്നും. അതേപോലെയുള്ള കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഒന്ന് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു ക്യാരക്ടർ നമ്മൾ എടുക്കേണ്ടി വരും, മറ്റേ ക്യാരക്ടർ നമ്മൾ കളയേണ്ടി വരും. അപ്പോൾ ഒന്ന് നമ്മൾ ഒമിറ്റ് ചെയ്ത് കളഞ്ഞ്, അപ്പോൾ ആ നമ്മൾ എടുത്ത് പിന്നെ ഒരു ലീഡിങ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ അത് ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും, ആ ഓർഗാനിസം ആണ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പൊ ദേ ആർ ബേസ്ഡ് ഓൺ എന്താണ്, കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. അപ്പൊ നമ്മൾ ഈ ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ജനറലി ഇൻ പെയർ ആയിരിക്കും. ഒന്ന് നമ്മൾ ഒന്നേ നമുക്ക് അതിന് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റേത് അതിന്റെ ക്യാരക്ടർ ആവില്ലല്ലോ. ക്യാരക്ടർ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യും, ചൂസ് ചെയ്യും. ഇത് നമ്മൾ എന്ത് വിളിക്കും, ജനറലി ഇൻ പെയർ ഉള്ള ക്യാരക്ടറിനെ നമ്മൾ എന്ത് വിളിക്കുക, കപ്ലെറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ജനറലി ഇൻ പെയർ ആയിട്ടുള്ള രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് കൊടുക്കും, അതിലൊന്ന് നമ്മൾ ചൂസ് ചെയ്യും, മറ്റേ നമ്മൾ കളയും. ഈ ചൂസ് ചെയ്ത് നമുക്ക് അടുത്ത ലീഡിങ് ക്വസ്റ്റ്യൻ കിട്ടും, രണ്ട് ലീഡിങ് ക്വസ്റ്റ്യൻ കിട്ടും. അതിൽ നിന്ന് ഒന്ന് നമ്മൾ ചൂസ് ചെയ്യും, മറ്റേ നമ്മൾ കളയും. അങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് ലാസ്റ്റ് മനസ്സിലാവും എന്താണ്, ഇത് ഈ ആനിമൽ ആണ്, അല്ലെങ്കിൽ ഇത് ഈ ഓർഗാനിസം ആണ്, അല്ലെങ്കിൽ എന്താണ് ഇത് ഈ പ്ലാന്റ് ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. രണ്ട് ഓപ്പോസിറ്റ് ഓപ്ഷൻസ് തമ്മിൽ നിന്ന് നമ്മളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യണതാണ് എന്ത്, കീല് പറയുന്നത്. ഇനി ഇതിൽ ഞാൻ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അതിൽ ഈച്ച് സ്റ്റേറ്റ്മെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ലീഡ് എന്ന് പറയുന്നത് അല്ലെ. ഓരോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഓരോ ലീഡാണ്. രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഉള്ളത്, ഓരോന്നിനും നമ്മൾ ലീഡ് എന്ന് വിളിക്കും.
ഒന്നായിരിക്കും നമുക്ക് ശരിക്കും ആവശ്യമുള്ളത്, മറ്റേത് അതിന് ക്യാരക്ടർ ആവില്ല, അപ്പൊ നമ്മൾ അതിനെ ഒമിറ്റ് ചെയ്യും. നമ്മൾ സെലക്ട് ചെയ്തതിന് പിന്നെ നമ്മൾ അടുത്ത രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് നോക്കും. അങ്ങനെ 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 നമ്മൾ ലാസ്റ്റ് എവിടെ എത്തും? നമ്മൾ ഫൈനൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? അതിനെ കിട്ടും. അപ്പൊ എന്താണ്, ഓരോ ഇപ്പൊ ഫാമിലിക്കും ജീനസിനും സ്പീഷീസിനും ഒക്കെ എന്ത് വേണ്ടി വരും? സെപ്പറേറ്റ് എന്ത് വേണ്ടി വരും? കീസ് വേണ്ടി വരും. സെപ്പറേറ്റ് കീസ് വേണം ഇതിനൊക്കെ, ഡിഫറെന്റ് ടാക്സോണമി കാറ്റഗറീസിന്. അതായത് ഫാമിലിക്ക് ഒരു കീ വേണം, ഇതിന്റെ ഫാമിലിയിൽ എത്താൻ നമുക്ക് ഒരു കീ വേണം. അതേപോലെ ഇതിന് എന്താണ് ജീനസ് ആണെങ്കിൽ ഇത് ഇന്ന സ്പീഷീസ് ആണെന്നുള്ളതിനൊക്കെ എന്ത് വേണം? സെപ്പറേറ്റ് സെപ്പറേറ്റ് എന്ത് വേണം? കീസ് വേണം. സെപ്പറേറ്റ് ടാക്സോണമി കാറ്റഗറീസിന് സെപ്പറേറ്റ് കീസ് വേണം. അപ്പൊ അതാണ് എന്ത് കീ എന്ന് പറഞ്ഞത്. പിന്നെ അതുകൂടാതെ എന്താണ് ടെക്സ്റ്റിൽ രണ്ട് മൂന്ന് സംഭവങ്ങളെ പറ്റിയിട്ടും കൂടി പറയേണ്ടത്. ഏതൊക്കെയാണ്? ഫ്ലോറ, ഒന്ന് ഫ്ലോറ, ഒന്ന് മോണോഗ്രാഫ്, മാനുവൽ. ഓക്കെ, ഫ്ലോറ, മോണോഗ്രാഫ്, മാനുവൽ. ഈ ഫ്ലോറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോറ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ പറയൂ. കാറ്റലോഗ് കൂടി. ഫ്ലോറ, മാനുവൽ, മോണോഗ്രാഫ് ആൻഡ് കാറ്റലോഗ്. ഓക്കെ. മാനുവല്, മോണോഗ്രാഫ്, കാറ്റലോഗ്. അപ്പൊ ഫ്ലോറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോറ എന്ന് പറഞ്ഞാല് ഒരു ഹാബിറ്റാറ്റിലുള്ള ഒരു ഗിവൺ ഏരിയയിലുള്ള അല്ലെങ്കിൽ ഒരു ഗിവൺ ഏരിയയിലുള്ള എന്താണ് പ്ലാന്റ്സിനെ പറ്റിയിട്ട് അവരുടെ എന്തൊക്കെയാ ഹാബിറ്റാറ്റും പിന്നെന്താണ് അവരെ ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷനും. അവരെ ഹാബിറ്റാറ്റും ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷനും. ഒരു ഗിവൺ ഏരിയയിലുള്ള പ്ലാന്റ്സിന്റെ ഹാബിറ്റാറ്റും ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷനും പറ്റി പറയണ എന്താണ് ഇൻഫോർമേഷൻ തരുന്നതിനെ പറ്റി നമ്മൾ എന്ത് പറയാം? ഫ്ലോറ എന്ന് പറയാം. ഒരു ഗിവൺ ഏരിയയിലുള്ള പ്ലാന്റ്സിന്റെ ആക്ച്വൽ ഹാബിറ്റാറ്റിന്റെയും അതേപോലെ ഡിസ്ട്രിബ്യൂഷന്റെ ഒക്കെ ഇൻഫോർമേഷൻ തരുന്നതിന് നമ്മൾ എന്ത് പറയും? ഫ്ലോറ എന്ന് പറയും. ഇനി മോണോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോഗ്രാഫ് എന്ന് പറഞ്ഞാല് അതിലെന്താണ് ഒറ്റ ടാക്സോണിനെ പറ്റിയിട്ട് എന്തുണ്ടാവുള്ളൂ? ഇൻഫോർമേഷൻ ഉണ്ടാവുള്ളൂ. ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫോർമേഷൻ അബൌട്ട് വൺ ടാക്സോൺ. മേ ബി ഇപ്പോൾ ഒരു സ്പീഷീസ് എന്നുള്ള ടാക്സോണെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും ഒരു മോണോഗ്രാഫിൽ ഉണ്ടാവും. ജീനസ് എന്നുള്ള വേറൊരു മോണോഗ്രാഫിൽ ജീനസിന്റെ കംപ്ലീറ്റ് എന്തുണ്ടാവും? ഇൻഫോർമേഷൻ ഉണ്ടാവും. അറ്റ് എ ടൈം മോണോഗ്രാഫിൽ ഒരു ജീനസിനെ പറ്റിയിട്ട് എന്ത് അല്ലെങ്കിൽ ഒരു ടാക്സോണെ പറ്റിയിട്ട് എന്ത് പറയാൻ പറ്റില്ല. ആ ടാക്സോൺ ഏതോ ആവാം, ചിലപ്പോൾ ഒരു കിങ്ഡത്തിനെ പറ്റിയിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു ജീനസ് ആവാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫാമിലിനെ പറ്റിയിട്ടായിരിക്കും. അങ്ങനെ അറ്റ് എ ടൈം എന്താണ് ഇറ്റ് ഗീവ്സ് ഇൻഫോർമേഷൻ അബൌട്ട് വൺ ടാക്സോൺ ഓൺലി. അതാണ് എന്ത്? മോണോഗ്രാഫ്. ഈ മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫോർമേഷൻ അബൌട്ട് എന്താണ്? പറയ്, എന്തിന്റെയാണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് നെയിംസ് ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ എ ഏരിയ. കണ്ട, ഫ്ലോറ എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ് എന്ത് ഇൻഫോർമേഷൻ തരുന്നത്, അല്ലേ? ഫ്ലോറ എന്ന് പറയുമ്പോൾ എന്താണ്? പറയ്. പ്ലാന്റ്സിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ തരുന്നത്. മാനുവൽ എന്താണ്? സ്പീഷീസ്, അതായത് ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് സ്പീഷീസിനെ പറ്റിയിട്ടാണ് മാനുവൽ ഇൻഫോർമേഷൻ തരുന്നത്. ഫ്ലോറ എന്ന് പറയുമ്പോൾ എന്താണ്?
അവിടെയുള്ള പ്ലാന്റ്സിനെ പറ്റിയിട്ടും അവരുടെ ഹാബിറ്റാറ്റിനെ പറ്റിയിട്ടും അവരുടെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടും. മോണോഗ്രാഫ് എന്താണ്? ഇറ്റ് ഗിവ്സ് ഇൻഫർമേഷൻ അബൌട്ട് വൺ ടാക്സോൺ ഓൺലി. ഇനി കാറ്റലോഗിനെ വെച്ചിട്ട് ആക്ച്വലി നിങ്ങളെ എന്താണ് ടെക്സ്റ്റിലൊന്നും പറയുന്നില്ല. അത് എന്താന്ന് വെച്ചാൽ ഒരു ഏരിയയിലുള്ള പ്ലാന്റ്സിനെയും അല്ലെങ്കിൽ ആനിമൽസിനെയും പറ്റിയിട്ട് എന്ത് ചെയ്യും, പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ലിസ്റ്റ് ഉണ്ടാവും കാറ്റലോഗിൽ. ഒരു ഏരിയയിലുള്ള കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഏരിയയിലുള്ള പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും എന്തുണ്ടാവും, ലിസ്റ്റ് ഉണ്ടാവും. ഒരു ഏരിയയിലുള്ള പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ലിസ്റ്റ് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഇൻഫർമേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് എന്ത്, വേരിയസ് ടാക്സോണമിക് എന്താണ് എയ്ഡ്സ്. നമ്മൾ ഏതൊക്കെയാ പറഞ്ഞ, ഹെർബേറിയം ഉണ്ട്, ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്, മ്യൂസിയം ഉണ്ട്, പിന്നെ എന്താണ് സുവോളജിക്കൽ പാർക്ക്, കീ, അതേപോലെ ഫ്ലോറ, മോണോഗ്രാഫ്, മാനുവൽ, കാറ്റലോഗ്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിന്റെ ലിസ്റ്റ് ആണ് കാറ്റലോഗ്. ഇനി ഇത് ടെക്സ്റ്റിൽ എന്താ ഇതിനെ പറ്റി പറഞ്ഞിരിക്കണമെന്ന് കൂടി നമുക്ക് നോക്കാം. എന്താണ്, ടാക്സോണമിക് സ്റ്റഡീസ് ഓഫ് വേരിയസ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് അതർ ഓർഗാനിസം ആർ യൂസ്ഫുൾ ഇൻ അഗ്രികൾച്ചർ, ഫോറസ്റ്റ് ഇൻഡസ്ട്രി ആൻഡ് ഇൻ ജനറൽ ഇൻ നോയിങ് അവർ ബയോ റിസോഴ്സ് ആൻഡ് ദയർ ഡൈവേഴ്സിറ്റി. ഞാൻ പറഞ്ഞു, ഈ വേരിയസ് നമുക്ക് ഇതിന്റെ സ്റ്റഡി എന്താണ്, പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഏതൊരു ഓർഗാനിസം ആയിക്കോട്ടെ, അതിന്റെ സ്റ്റഡി നമുക്ക് എവിടെയൊക്കെ വേണം, അഗ്രികൾച്ചറിൽ യൂസ്ഫുൾ ആവാം, ഫോറസ്ട്രിയിൽ യൂസ്ഫുൾ ആവാം, ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും പോട്ടെ, നമ്മളെ ബയോ റിസർവിനെ പറ്റി അറിയാനും നമ്മളെ ഡൈവേഴ്സിറ്റിനെ പറ്റി പഠിക്കാനും നമുക്ക് എന്ത് വേണം, ഈ ഇൻഫോർമേഷൻ വേണം. എന്താണ്, എത്ര പ്ലാന്റ്സ് ഉണ്ട്, എത്ര അനിമൽസ് ഉണ്ട്, എങ്ങനെയാണെന്നുള്ള ഇൻഫോർമേഷൻ നമുക്ക് എന്ത് വേണം, ഇത് വേണം അല്ലെ. These studies would require correct classification and identification of organism. ഇതിന് എന്ത് വേണം, കറക്റ്റ് ആയിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. Identification of organism require intensive laboratory and field studies. The collection of actual specimen of plant and animal species is essential and is prime source of taxonomical study. എന്താണ്, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലാന്റും ആനിമൽ സ്പീഷീസും എന്ത് ചെയ്യേണ്ടി വരും, കളക്ട് ചെയ്യേണ്ടി വരും. ഇതെന്താണ്, ഒരു പ്രൈം സോഴ്സ് ഓഫ് ടാക്സോണമിക് സ്റ്റഡിയാണ്. ടാക്സോണമിക് സ്റ്റഡിന്റെ വൺ അമംഗ് ദ മേജർ ഫാക്ടർ അല്ലെങ്കിൽ വൺ അമംഗ് ദ മേജർ സോഴ്സ് ആണ് എന്ത്, ഇങ്ങനെ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളത്. ദീസ് ആർ ആൾസോ fundamental to studies and essential for training in systematics. അല്ലെ, സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറഞ്ഞ ഈ ഒരു ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ കൂടാതെ ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോന്നും കൂടി, എന്താണ് ഒരു ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ടോന്നും കൂടി നമ്മൾ സിസ്റ്റമാറ്റിക്സിൽ നോക്കണം. അപ്പൊ അത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പറ്റി കൂടുതൽ പഠിക്കണം, കൂടുതൽ അന്വേഷിക്കണം അല്ലെ. It is used for classification of an organism and the information gathered is also stored along with their specimen. In some cases, the specimen is preserved for future studies. Biologists have established certain procedures and techniques to store and preserve the information as well as specimen. Some of these are explained to help you understand the usage of the seeds. അതായത് ഇങ്ങനെ നമ്മൾ പഠിക്കാം, ഇങ്ങനെ നമ്മൾ ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഒന്നെങ്കിൽ നമ്മൾ ഫീൽഡ് സ്റ്റഡി നടത്തണം. എന്താണ്, നമ്മൾ അതിലേക്ക് ഇറങ്ങി നമ്മൾ അതിനെ പറ്റി പഠിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ച് സ്പെസിമെൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പഠിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഇന്നൊരാൾ പഠിച്ച് നാളെ വേറൊരാൾക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചർ യൂസിന് വേണ്ടി എന്ത് ചെയ്യും, പ്രിസർവ് ചെയ്യും. അങ്ങനെ ഫ്യൂച്ചർ യൂസിന് വേണ്ടി പ്രിസർവ് ചെയ്ത് നമ്മൾ ഈ ഒരു സ്റ്റഡിയിൽ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടാക്സോണമിക്കൽ എയ്ഡ്സിനെ പറ്റിയിട്ടാണ് എന്ത് ഇവിടെ ഡിസ്കസ് ചെയ്യണത്. ഫസ്റ്റ് ഏതാണ്, ഫസ്റ്റ് ഹെർബേരിയം. ഹെർബേരിയം എന്താണ്, സ്റ്റോർ ഹൗസ് ഓഫ് കളക്ടഡ് പ്ലാന്റ് സ്പെസിമെൻ ആണ്, ഡ്രൈഡ് ആണ്, പ്രസ്ഡ് ആണ്, പ്രിസർവ്ഡ് ആണ്. ഫർദർ ദിസ് ഷീറ്റ്സ് ആർ അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. This specimen, along with their description on herbarium sheets, became a storehouse or repository for futures. ഫ്യൂച്ചർ യൂസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അതും എന്തൊക്കെ ഉണ്ടാവും, ഹെർബേരിയം ഷീറ്റും എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവും, അബൌട്ട് ഡേറ്റ്, പ്ലേസ് ഓഫ് കളക്ഷൻ, ഇംഗ്ലീഷ്, ലോക്കൽ ആൻഡ് ബൊട്ടാനിക്കൽ നെയിം, ഫാമിലി, കളക്ടേഴ്സ് നെയിം. ഇത്രയും ഇൻഫർമേഷൻ എന്തുണ്ടാവും, ഒരു ഹെർബേരിയം ഷീറ്റും ഉണ്ടാവും. ഹെർബേരിയ ആർ ആൾസോ എ ക്വിക്ക് റെഫറൽ സിസ്റ്റം ഇൻ ടാക്സോണമിക്കൽ സ്റ്റഡി. എന്താണ്, ഒരു ക്വിക്ക് റെഫറൽ സിസ്റ്റം ആണ്. നമുക്ക് പെട്ടെന്ന് ഒരു പ്ലാന്റിനെ പറ്റി ഇന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഹെർബേരിയ ഷീറ്റ്സ് അല്ലെങ്കിൽ ഹെർബേരിയം വിസിറ്റ് ചെയ്താൽ മതി. അവിടെ എന്താണ്, ഹെർബേരിയ ഷീറ്റ്സിൽ ഡിഫറെന്റ് പ്ലാന്റ്സിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് ചിലപ്പോൾ അവരെ സയന്റിഫിക് നെയിം ആയിരിക്കും നമുക്ക് അറിയേണ്ടിണ്ടാവുക. അപ്പൊ ആ ഹെർബേരിയം ഷീറ്റ് എടുത്താൽ ആ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം അവിടെ കൊടുത്തിട്ടുണ്ടാവും.
അതാണ് ഈ ക്യുക്ക് റെഫറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത എന്താണ്? ബൊട്ടാനിക്കൽ ഗാർഡൻ. ബൊട്ടാനിക്കൽ ഗാർഡനിൽ എന്താണ്? ദിസ് സ്പെഷ്യലൈസ്ഡ് ഗാർഡൻസ് ഹാവ് കളക്ഷൻ ഓഫ് ലിവിംഗ് പ്ലാന്റ്സ് ഫോർ റെഫറൻസ്. പ്ലാന്റ് സ്പീഷീസ് ഇൻ ദിസ് ഗാർഡൻസ് ആർ ഗ്രോൺ ഫോർ ഐഡന്റിഫിക്കേഷൻ പർപ്പസ് ആൻഡ് ഈച്ച് പ്ലാന്റ് ഇസ് ലേബിൾഡ് ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് എന്താണ്? ബൊട്ടാനിക്കൽ ഓർ സയന്റിഫിക് നെയിം. ബൊട്ടാനിക്കൽ ഗാർഡന് വിസിറ്റ് ചെയ്താൽ നമുക്കറിയാം ഓരോ പ്ലാന്റിന്റെയും താഴെ അതിന്റെ എന്താണ് സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ലോക്കൽ നെയിം ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. സയന്റിഫിക് നെയിം മാത്രമല്ല, സയന്റിഫിക് നെയിമും ഫാമിലിയും കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ ഫാമിലി ഏതാണെന്നും സയന്റിഫിക് നെയിം എന്താണെന്നും എന്ത് ചെയ്യും, നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്യുമ്പോൾ ഓരോ പ്ലാന്റിനും എന്ത് ചെയ്തിട്ടുണ്ടാവും, ലേബൽ ചെയ്തിട്ടുണ്ടാവും. ദ ഫേമസ് ബൊട്ടാനിക്കൽ ഗാർഡൻസ് ആർ ഏതൊക്കെയാണ്? ഒന്ന് ക്യൂ, അത് ഇംഗ്ലണ്ടിലാണ് ഞാൻ പറഞ്ഞു. പിന്നെ ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ ഹൗറയിലുണ്ട്. നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണുള്ളത്? ലക്നൌവിലാണ് ഉള്ളത്. ഈ മൂന്നും പണ്ട് ക്വസ്റ്റ്യൻസ് ആയി ചോദിക്കാൻ സാധ്യതയില്ല. എന്നാൽ പോലും നിങ്ങൾ ഇത് വായിക്കുന്ന ടൈമിൽ ഇതൊന്ന് സ്ട്രെസ് ചെയ്തിട്ട് വായിക്കാം. അടുത്തതാണ് മ്യൂസിയം അല്ലെ. ബയോളജിക്കൽ മ്യൂസിയംസ് ആർ ജനറലി സെറ്റപ്പ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് സ്കൂൾസ് ആൻഡ് കോളേജസ്. ബയോളജിക്കൽ മ്യൂസിയം സ്കൂൾസിലും കോളേജിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളെ കോളേജിലുണ്ട്, മ്യൂസിയം ഉണ്ട്. അവിടെ എന്താണ്, ഇപ്പോൾ ഇവിടുത്തെ മ്യൂസിയം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണോ പഠിക്കേണ്ടത് അതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഇപ്പൊ ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിന് മ്യൂസിയം ഉണ്ടാവും. ഇപ്പൊ അനാട്ടമി ഡിപ്പാർട്ട്മെന്റിന് ഒരു മ്യൂസിയം ഉണ്ടാവും, പത്തോളജി ഡിപ്പാർട്ട്മെന്റിന് ഒരു മ്യൂസിയം ഉണ്ടാവും, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് ഒരു മ്യൂസിയം ഉണ്ടാവും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരുടേതായ മ്യൂസിയം ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ എന്താണോ പഠിക്കേണ്ടത്, നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിൽ എന്താണോ, ആ സബ്ജക്റ്റിൽ നമ്മൾ എന്താണോ പഠിക്കേണ്ടത് അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെസിമെൻ ആയിരിക്കും എന്ത് കോളേജ് മ്യൂസിയത്തിലൊക്കെ നമുക്ക് ഉണ്ടാവുക. അതല്ലാതെ ഇപ്പൊ നമ്മളൊക്കെ മ്യൂസിയംസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ സ്കൂളിൽ ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ടൂർ പോകുമ്പോഴോ ഒക്കെ ചിലപ്പോൾ നമ്മൾ പല മ്യൂസിയംസും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. മ്യൂസിയംസിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഒന്ന് കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് ആൻഡ് അനിമൽ സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ് ഉണ്ടാവും അല്ലെ. പ്രിസർവ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ അനിമൽ സ്പീഷീസ് ഉണ്ടാവും. ചിലപ്പോൾ എന്താണ് ഈ പ്രിസർവേഷൻ എവിടെ ഇരിക്കുമ്പോൾ സ്പെസിമെൻസ് ആർ പ്രിസർവ്ഡ് ഇൻ ദ കണ്ടെയ്നേഴ്സ് ഓർ ജാർസ് ഇൻ ദ പ്രിസർവേറ്റീവ് സൊല്യൂഷൻ. ഇപ്പോൾ എൻ്റെ സ്കൂളിലൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ചെറിയ മ്യൂസിയം. അപ്പൊ ഞാൻ +2 പഠിക്കുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, സ്നേക്കിനൊക്കെ ഒരു ജാറിലിട്ട് ഒരു പിക്ചറൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് നമുക്ക് കൊടുന്ന് കാണിച്ചു തന്നത്. അങ്ങനെ അനിമൽസിനൊക്കെ ചിലപ്പോൾ പ്രിസർവേറ്റീവ് സൊല്യൂഷനിൽ ഇട്ടിട്ട് എന്ത് ചെയ്യും, പ്രിസർവ് ചെയ്യും അല്ലെ. പിന്നെന്താണ്, പ്ലാന്റ്സ് ആൻഡ് അനിമൽ സ്പീഷീസ് മേ ആൾസോ ബി പ്രിസർവ്ഡ് ആസ് ഡ്രൈ സ്പെസിമെൻ ആയിട്ടും എന്ത് ചെയ്യും, പ്രിസർവ് ചെയ്യും. അതിന് നമ്മൾ വെറ്റ് സ്പെസിമെൻ എന്നാ പറയാം. നമ്മൾ അങ്ങനെ ജാറില് ഒരു പ്രിസർവേറ്റീവ് സൊല്യൂഷൻ ഇട്ട് നമ്മൾ അതിനെ പ്രിസർവ് ചെയ്യണതിന് വെറ്റ് സ്പെസിമെൻ എന്ന് പറയും. അതല്ലാതെ നമ്മൾ പുറത്ത് പ്രിസർവ് ചെയ്യുന്നത് നമ്മൾ ഡ്രൈ സ്പെസിമെൻ എന്ന് പറയും. ഇൻസെക്ട്സ് ആർ പ്രിസർവ്ഡ് ഇൻ ഇൻസെക്ട് ബോക്സസ് ആഫ്റ്റർ കളക്ടിങ്, കില്ലിംഗ്, പിന്നിങ്. കേട്ടില്ല. മിസ്സേ ഉം സോളജി ലാബില് സുവോളജി ലാബില് ഓക്കെ. എന്താണ് ഇൻസെക്ട് നമ്മൾ എങ്ങനെ പ്രിസർവ് ചെയ്യും, അവരെ കളക്ട് ചെയ്യും, കിൽ ചെയ്ത് പിൻ ചെയ്ത് ഇൻസെക്ട് ബോക്സിലാക്കിയിട്ട്. എനിക്ക് തോന്നുന്നത് നിലമ്പൂര് തേക്ക് മ്യൂസിയം ഒക്കെ ഉണ്ടല്ലോ, അവിടെ നമ്മൾ പോകുമ്പോൾ അതിന്റെ അടുത്ത് ഇതേപോലെ ഒരു ചെറിയൊരു മ്യൂസിയം സെറ്റപ്പ് ഉണ്ട് തോന്നുന്നു. അവിടെ ഇങ്ങനെ കുറേ ഇൻസെക്റ്റിന്, അതായത് ആ തേക്ക് ഫോറസ്റ്റിൽ വരുന്ന ഏതൊക്കെ ഇൻസെക്റ്റ് ആണ്, അങ്ങനെ വലിയ വലിയ വണ്ടിനെ നമുക്ക് കാണാം അവരിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അവരെ നമ്മൾ എങ്ങനെ പ്രിസർവ് ചെയ്യുക, ഇൻസെക്റ്റിനെ അവരെ കളക്ട് ചെയ്ത് കില്ല് ചെയ്ത് പിൻ ചെയ്ത് ഇൻസെക്ട് ബോക്സിലാക്കിയിട്ടാണ് അവരെ എന്ത് ചെയ്യുക, പ്രിസർവ് ചെയ്യുക. large animals and birds and mammals are usually stuffed and preserved. നമ്മൾ പറഞ്ഞ മ്യൂസിയം ഓഫൺ ഹാവ് കളക്ഷൻസ് ഓഫ് സ്കെൽറ്റൻസ് ഓഫ് ആനിമൽസ് ടു. ചിലപ്പോൾ എന്തുണ്ടാവും, ആനിമൽസിന്റെ സ്കെൽറ്റൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, മ്യൂസിയത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പഠിക്കുമ്പോൾ നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത് എന്നുള്ളതിനെ പറ്റി നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഇവിടെ പഠിക്കുമ്പോൾ ഈ ബൊട്ടാനിക്കൽ ഗാർഡൻസ് എവിടെയൊക്കെയാണ്, ഏതൊക്കെയാണ് ബൊട്ടാനിക്കൽ ഗാർഡൻസ് എന്നുള്ളത്. ഈ ഹെർബേരിയം നോക്കുമ്പോൾ ഹെർബേറിയം ഷീറ്റിൽ എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് യൂഷ്വലി ക്വസ്റ്റ്യൻ ആയിട്ട് കാണാറ്. പിന്നുള്ളത് സുവോളജിക്കൽ പാർക്കിനെ പറ്റി വളരെ കുറച്ചേ പറയുന്നുള്ളൂ. എന്താണ്, ദീസ് ആർ ദ പ്ലേസസ് വേർ വൈൽഡ് ആനിമൽസ് ആർ കെപ്റ്റ് ഇൻ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെന്റ് അണ്ടർ ഹ്യൂമൻ കെയർ. വിച്ച് എന്താണ്, നമ്മളെ ഹ്യൂമൻ കെയറിൽ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെന്റിൽ വൈൽഡ് ആനിമൽസിന് വെക്കുന്ന പ്ലേസസ് ആണ് എന്ത്, സുവോളജിക്കൽ പാർക്സ്. നമ്മൾ സൂ എന്ന് സിമ്പിൾ ആയിട്ട് പറയും അല്ലെ. ഇതെന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് അവരുടെ ഫുഡ് ഹാബിറ്റ്സും ബിഹേവിയറും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്, നമ്മളിങ്ങനെ അവരെ വൈൽഡ് എൻവയോൺമെന്റ് എന്ന് കൊടുന്ന് പ്രൊട്ടക്റ്റഡ് എൻവയോൺമെന്റിലേക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും,
അവരെ പറ്റിയിട്ട് പഠിക്കും. ഓൾ ആനിമൽസ് ഇൻ എ സൂ ആർ പ്രൊവൈഡഡ് ആസ് ഫാർ ആസ് പോസിബിൾ ദ കണ്ടീഷൻ സിമിലർ ടു ദെയർ നാച്ചുറൽ ഹാബിറ്ററ്റ്. ഏത് ഹാബിറ്ററ്റ് നിന്നാണോ അവർ കൊടുത്തിട്ടുള്ളത്, ഏത് നാച്ചുറൽ ഹാബിറ്ററ്റ് നിന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്, അതേ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ അതേ ഒരു കണ്ടീഷൻ ആസ് ഫാർ ആസ് പോസിബിൾ എത്രത്തോളം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം പ്രൊവൈഡ് ചെയ്തിട്ടാണ് എന്ത് സൂസിൽ നമ്മൾ ഈ ആനിമൽസിനെ വെക്കണത് അല്ലെ. ചിൽഡ്രൻ ലവ് വിസിറ്റിംഗ് ദിസ് പാർക്സ് കോമൺലി കോൾഡ് സൂ. നമുക്ക് പിക്ചർ കണ്ട അവിടെ ഒരു ഹിപ്പോപൊട്ടാമസ് ഉണ്ട്, ഒരു സ്വാൻ ഉണ്ട്, ഒരു എലിഫന്റ് ഉണ്ട്, ഒരു ടൈഗർ ഉണ്ട്. ഒബ്വിയസ്ലി നമ്മളൊക്കെ നമ്മളെ ലൈഫിൽ എത്തിയ പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, സൂ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കീ എന്താണ്? ഇറ്റ് ഇസ് അനദർ ടാക്സോണമിക്കൽ എയ്ഡ് യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റിനെയും അനിമലിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു ടാക്സോണമിക്കൽ എയ്ഡ് ആണ് എന്ത്, കീ എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ സിമിലാരിറ്റി ആൻഡ് ഡിസിമിലാരിറ്റീസ്. സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും വെച്ചിട്ട് എന്താണ് പ്ലാന്റ്സിനെയും അനിമൽസിനെയും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടാക്സോണമിക്കൽ എയ്ഡ് എന്താണ്, കീ. ദ കീസ് ആർ ബേസ്ഡ് ഓൺ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ജനറലി ഇൻ എ പെയർ. ഞാൻ പറഞ്ഞു കോൺട്രാസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതിനെ നമ്മൾ കപ്പിൾസ് എന്ന് വിളിക്കും. നമ്മളൊരു ചോയ്സ് എടുക്കുകയാണ്, ഈ ഓപ്ഷൻ നമ്മൾ എടുത്താൽ മറ്റേ ഓപ്ഷൻ നമ്മൾ ലീവ് ചെയ്യേണ്ടി വരും. അങ്ങനെ ദിസ് റിസൾട്ട് ഇൻ ആക്സെപ്റ്റൻസ് ഓഫ് ഓൺലി വൺ ആൻഡ് റിജക്ഷൻ ഓഫ് ദ അതർ. ഈച്ച് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ കീ ഈസ് കോൾഡ് എന്താണ്, ലീഡ്. ഓരോ സ്റ്റേറ്റ്മെന്റിന് നമ്മൾ എന്ത് വിളിക്കും, ലീഡ് എന്ന് വിളിക്കും. അപ്പൊ എന്താണ്, സെപ്പറേറ്റ് ടാക്സോണമിക് കീസ് ആർ റിക്വയർഡ് ഫോർ ഈച്ച് ടാക്സോണമിക് കാറ്റഗറി സച്ച് ആസ് ഫാമിലി, ജീനസ്, സ്പീഷീസ് ഫോർ ഐഡന്റിഫിക്കേഷൻ പർപ്പസ്. ഓരോ ടാക്സോണമിക് കാറ്റഗറിക്കും എന്താണ് ഡിഫറെന്റ് കീസ് വേണ്ടി വരും. കീസ് ആർ ജനറലി അനലിറ്റിക്കൽ ഇൻ നേച്ചർ. കീസ് എന്താണ്, ജനറലി അനലിറ്റിക്കൽ ഇൻ നേച്ചർ ആണ്. ഇനി അടുത്തത് എന്താണ് പിന്നെ പറയുന്നത്, ഫ്ലോറ, മാനുവൽ, മോണോഗ്രാഫ്, എന്താണ് അടുത്തത് ഏതാണ്, ഫ്ലോറ, മാനുവൽ, മോണോഗ്രാഫ്, കാറ്റലോഗ്. ഇതും എന്താണ് ഡിഫറെന്റ് ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ് ഓഫ് സം അതർ മീൻസ് ഓഫ് റെക്കോർഡിംഗ് ഡിസ്ക്രിപ്ഷൻസ്. ഇവരും എന്താണ് നമുക്ക് ടു എ പോയിന്റ് അല്ലെങ്കിൽ മറ്റേ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില ഡിസ്ക്രിപ്ഷൻസ് റെക്കോർഡ് ചെയ്യാനും നമ്മൾ ഈ സ്റ്റഡീസിന് വേണ്ടിയിട്ടൊക്കെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്ന അതർ ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ് ഇവരൊക്കെ. ഏതാണ്, ഫ്ലോറ, മാനുവൽ, മോണോഗ്രാഫ്, കാറ്റലോഗ്. ഇവരൊക്കെ സെപ്പറേറ്റ് എന്താണ് നോക്കും. Flora contains the actual account of habitat and distribution of plants of a given area. ഒരു ഗിവൺ ഏരിയയിലുള്ള പ്ലാന്റിന്റെ ആക്ച്വൽ ഹാബിറ്റാറ്റും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നമുക്ക് തരുന്നത് ഏതാണ്, ഫ്ലോറയിലാണ് നമുക്ക് ആ ഇൻഫർമേഷൻ തരുന്നത്. ദീസ് പ്രൊവൈഡ് ദ ഇൻഡെക്സ് ടു പ്ലാന്റ് സ്പീഷീസ് ഫൗണ്ട് ഓൺ എ പെർട്ടിക്കുലർ ഏരിയ. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഏതൊക്കെ പ്ലാന്റ് സ്പീഷീസ് ആണെന്നുള്ള ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് നമുക്ക് ആര് തരും, ഫ്ലോറ തരും അല്ലെ. അടുത്തത് മാനുവൽസ് ആണ്. യൂസ്ഫുൾ ഇൻ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് നെയിംസ് ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ എൻ ഏരിയ. ഒരു ഏരിയയിൽ ഫൗണ്ട് ചെയ്യുന്ന സ്പീഷീസിന്റെ ഇൻഫോർമേഷൻ തരുന്ന ടാക്സോണമിക്കൽ എയ്ഡ് ആണ് ഇത്, മാനുവൽ. ഇനി മോണോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഓഫ് എനി വൺ ടാക്സോൺ. മോണോഗ്രാഫിൽ എന്താണ്, ഏതെങ്കിലും ഒരു ടാക്സോണെ പറ്റിയിട്ട് ഇൻഫർമേഷൻ ഉണ്ടാവും. ചിലപ്പോൾ അത് ജീനസ് ആവാം, സ്പീഷീസ് ആവാം, അല്ലെങ്കിൽ ഫാമിലി ആവാം, ഏതെങ്കിലും ഒന്നാവാം. കാറ്റലോഗിനെ പറ്റി ഇവിടെ പറയുന്നില്ല. കാറ്റലോഗ് എന്താണ് പറയാം, ഞാൻ നേരത്തെ പറഞ്ഞു. കാറ്റലോഗ് എന്താണ്, ഇറ്റ് പ്രൊവൈഡ് ലിസ്റ്റ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഓഫ് എൻ ഏരിയ. ഒരു ഏരിയയിലുള്ള പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും ഒക്കെ ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടാക്സോണമിക്കൽ എയ്ഡ് ആണ് ഇത്, കാറ്റലോഗ്. അപ്പോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ലിവിങ് വേൾഡ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾക്ക് എന്താ പറയാ പഠിക്കാൻ എനിക്ക് തോന്നുന്നു ആക്ച്വലി കുറച്ചുകൂടെ തുടക്കത്ത് പറഞ്ഞ ആ ഡിഫൈനിങ് പ്രോപ്പർട്ടീസും കാര്യങ്ങളും നിങ്ങളെ ടെക്സ്റ്റിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ ടാക്സോണമിക്കൽ എയ്ഡും കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടക്ക് വരുന്നത് എന്താന്ന് വെച്ചാല് ഈ ടാക്സോണമിക് കാറ്റഗറിയും പിന്നെ ഹൈറാർക്കിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, കുറച്ചും കൂടി അത് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. പക്ഷെ ബാക്കി അത് വായിക്കാതെ പോകരുത്. നാളെ അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്ന് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഇന്ന് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു, ടാക്സോണമി കാറ്റഗറീസ് പറഞ്ഞു അല്ലെ. 7 ടാക്സോണമി കാറ്റഗറീസിനെ പറ്റി നമ്മൾ പറഞ്ഞ് അതിന് ഓരോന്നിനെ പറ്റി നമ്മൾ ബ്രീഫായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞ്. പിന്നെന്താ പറഞ്ഞ്, അത് കഴിഞ്ഞിട്ട്
പിന്നെ ടാക്സോണമിക്കൽ എയ്ഡ്സിനെ പറ്റി പറഞ്ഞ് ഒരു 5-6 ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ് നിങ്ങളെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അതിനെ പറ്റി നമ്മൾ എന്ത് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. ചെറിയ ചാപ്റ്റർ ആണ്, ഭയങ്കര ചെറിയ ചാപ്റ്റർ ആണ്. ഒന്നും കൂടി ഇരുന്ന് വായിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു അത്ര അധികം ക്വസ്റ്റ്യൻ ഒന്നും ഈ ചാപ്റ്ററിൽ നിന്ന് വരില്ല. ഒരു ക്വസ്റ്റ്യൻ വന്നാ വന്ന്, ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്ന് കണ്ടിട്ടുള്ളൂ. മാക്സിമം ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ, നല്ലോണം വായിക്കാം. പിന്നെ മറ്റേ ഇതിന്റെ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും എന്ത് ചെയ്യരുത്, മാറി പോവരുത്. ചിലപ്പോൾ അതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ, അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ. ഈ സ്പീഷീസ്, ഈ ഹൈറാർക്കി ഉണ്ടല്ലോ, അത് എന്താണ് അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനായിരിക്കും ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്യരുത്, ആ ഓർഡർ മാറിപ്പോവരുത്.